ഫൽക്കെന്നെ പണിച്ചീന്ന് വിളിക്കാം. അവനോട് പറഞ്ഞ് പണിച്ചി എന്നെ പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടാ ഉള്ളതെന്ന് പറഞ്ഞ് കണ്ടിന്യൂ നിസ്കാരം ഓത്ത് അത് മാത്രമായി തിരിച്ചു കിട്ടണം, എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. ഞാൻ ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് ഓൾറെഡി 2 മക്കളുണ്ട്. അതിൻ്റെ അകത്ത് മൂന്നാമത്തെ ഒരാളായിട്ട് എനിക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളും. എനിക്കൊന്നും വേണ്ട, വൽക്കന്നെ നോക്കണ്ട, ഒന്നും ചെയ്യണ്ട, എൻ്റെ മൂന്നാമത്തെ കുട്ടിയായിട്ട് ഇങ്ങനെ തിരിച്ചു തന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് ചെവി കേൾക്കുന്നില്ല, കണ്ണും കാണുന്നില്ല എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം എല്ലാവരും എന്നെ പറ്റിക്കാനല്ലേ, പിന്നെ ഫൽക്കാൻ ഇനി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമല്ലോ, നിങ്ങൾ എന്നെ പറ്റിക്കാറുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കരച്ചിൽ തുടങ്ങിയേ. അത്ര ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ചിന്ത വരും. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ബോൾഡായിട്ട് നിന്നിട്ട് ഞാൻ കരയാനൊന്നും നിന്നിട്ടില്ല. ടെൻഷൻ അടിച്ചിട്ട് എങ്ങനെ കിടക്കുക എന്നല്ലാണ്ട് കരകയോ ഒച്ചപ്പാടുണ്ടാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പുറത്തൊരാൾക്ക് ഫലിൻ്റെ മോശം എന്താ പറയുക ഒരു ഫേസ് കാണേണ്ടി കണ്ടിട്ടുണ്ടാവില്ല ആരും. കാരണം അങ്ങനെ അത്രയും നിഷ്കളങ്കനായൊരു മനുഷ്യനാണ്. ഞാൻ അവിടെ നിന്ന് കുറേ കരഞ്ഞിട്ട് കുറച്ചുകൊണ്ട് പറഞ്ഞത് കുറച്ചോനെ ഒന്നും വരുത്തിക്കല്ലേ എന്ന് ദുആ ചെയ്ത്. കാരണം വെച്ചാൽ എൻ്റെ 2 മക്കളെ വാപ്പയാണല്ലോ. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മാക്സിമം ആൾക്കാരെ അറിയിക്കുക, ഫൽക്കാനത്തേക്ക് ആൾക്കാരെത്തിക്കും. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പറഞ്ഞു അയ്യോ ചേച്ചി സെഡേഷനിലോട്ടേക്ക് പോയല്ലോ, ആൾക്ക് മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ലേ. അപ്പം ഒരു 50% മേലെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് വറക്കാൻ തുടങ്ങിയേ. ഇവർ നമ്മളോട് പറയാനുള്ള മടി കൊണ്ടാണോ എന്നറിയില്ല, ഇവർ കുറച്ചുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് പൊള്ളിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കറിയില്ല, കുറച്ച് കുറവുണ്ട്, കണ്ണ് തുറന്നിട്ടുണ്ട്, യൂറിൻ പോയിട്ടുണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ദുആ ഫല്ല് പഠിച്ചുകൊണ്ട് അള്ളറത്തിലേക്ക് യാത്ര ചെയ്യുന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്ന് പൽക്കെ പോകാൻ നേരത്തിനോട് യാത്ര പറഞ്ഞാൻ തോന്നുന്നു. എല്ലാവർക്കും ഒരു പ്രദർശന വസ്തുവായിട്ട് വെക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായി. ഫസ്റ്റ് ഇങ്ങനൊരു മരണമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യും, 2 എംബാം ചെയ്യും. അപ്പോൾ പൽക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ലഹരി ഉപയോഗിക്കാത്ത ഒരാൾ മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. റൂമിൽ കയറിയ സമയത്ത് പൊട്ടുന്ന സൗണ്ട് കേട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആ പ്രതീക്ഷയിലെല്ലാം നിൽക്കുന്ന ഞാൻ കേൾക്കുന്നത് ഫൽക്കിനി ഒരിക്കലും എന്നെ വിളിക്കൂല, ഒരിക്കലും എന്നോട് സംസാരിക്കൂല, നമുക്കിനി ഒരിക്കലും കാണാൻ പറ്റില്ല. ആ അടിയിട്ടുണ്ട് ഡയറക്റ്റ് അല്ല. ഞാൻ മനസ്സിലപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, രാത്രി കിടക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, റിപ്ലൈ മൂപ്പര് തരുന്ന പോലെ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യും, അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത് സൗദിയിലാണ്, അപ്പം ആരും കാണാൻ പോകാനുണ്ടാവില്ല, ആളൊറ്റയ്ക്കായി പോവും, ഒറ്റയ്ക്ക് അവിടെ കിടക്കേണ്ടി വരും. അങ്ങനത്തെ ഇതിപ്പോൾ ഞാൻ മക്കളെയും കൊണ്ട് പോയി, മക്കളെ അങ്ങോട്ടേക്ക് ഇതാക്കി അവിടെ
ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു ഫാമിലിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു. അന്ന് ഞാൻ കരയുമ്പോൾ എന്നെ സമാധാനിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആ ആൾക്കാർ പോലും ഇന്ന് എന്നെ വിഷമിപ്പിക്കാനും ഞാൻ കരയാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിന്റെ സ്റ്റോറി കണ്ട് പഠിക്കേണ്ടതാണ്. നമ്മളങ്ങനെ തളർന്നു പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരുപാട് ആൾക്കാർ ഒറ്റപ്പെടുത്തിയിട്ടും വീണ്ടും ഈയൊരു ഹലോ ഗൈസ്, ടിപ്സ് ഓഫ് ലൈഫിന്റെ അടുത്ത വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രസമാണ്. നമ്മളിപ്പോ ഫസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഇരുന്നിട്ടാണ് സെക്കൻഡ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ എന്നാലും കാണുമ്പോ ഒരു രസം വേണല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ Q&Aന്റെ സെക്കൻഡ്, സാധാരണ Q&A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറേ ക്വസ്റ്റ്യൻസ്, അതിന് കുറച്ച് ആൻസേഴ്സ് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ നമ്മളെ Q&A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി പറയാനാ. അപ്പം Q&A ലൈഫ് സ്റ്റോറിയും എല്ലാം ഒറ്റ ഒന്നാണ് കേട്ടോ നമുക്ക്. അപ്പം റമീസ് ഖാൻ്റെ സ്റ്റോറി നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അത് കാണാണ്ട് ഇത് കാണാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് എൻ്റെ ഹസ്ബൻഡ് റമീസ് KP. അപ്പോൾ നമ്മളെ സ്റ്റോറിയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ സ്റ്റോറി. നേരത്തെ മൂപ്പർക്കാണ് പറയാൻ ബുദ്ധിമുട്ടെങ്കിൽ ഇപ്പം നമുക്ക് തുടക്കത്തിൻ്റെ പ്രശ്നം കേട്ടോ, പിന്നെ ശരിയാവും അല്ലേ? അപ്പം എവിടെയാ തുടങ്ങാം? നമ്മൾ കണ്ടത് തേർഡ് പാർട്ടായിട്ട് ഇടാം. എൻ്റെ ഈ സ്റ്റോറി നീണ്ടു പോവാണെങ്കിൽ തേർഡ്, ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മൾ ഒപ്പിക്കാം. അപ്പം എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ 2014 ഒക്ടോബർ 12 2014 ഞാൻ +2 കഴിഞ്ഞു. ഒക്ടോബറിൽ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞത് വെറും 1 മാസം കൊണ്ട്. അത് ഞാൻ പറഞ്ഞേനോ? 1 മാസം കൊണ്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പം പഠിക്കുന്ന സമയത്ത് ഞാൻ ബയോളജി സയൻസ് എടുത്തതെങ്കിലും ജേർണലിസ്റ്റ് ആവാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. പണ്ട് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഡോക്ടർ ആവാൻ, പിന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം ഞാൻ +2 പഠിക്കുമ്പോൾ ജേർണലിസ്റ്റ് ആവാൻ താല്പര്യമുള്ളൂ. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നെ പഠിപ്പിക്കും, എന്നെ മാത്രമേ പഠിപ്പിക്കൂ. കാരണം നമ്മൾ കുറച്ച് മുസ്ലിം കുട്ടികളാണ് നമ്മളെ ക്ലാസ്സിൽ കൂടുതലുണ്ടാവുക, ഈ ഒരു ഏരിയ അങ്ങനെയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും കല്യാണം കഴിപ്പിക്കുന്ന അവർക്ക് ഉറപ്പേനും, വളരെ കുറച്ച് ആൾക്കാരെ പഠിപ്പിക്കുന്ന കൂട്ടത്തിലുള്ളൂ. അതിൻ്റെ അകത്ത് ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാനങ്ങനെ +2 നമുക്കിങ്ങനെ കല്യാണാലോചന വരും. കാരണം വെച്ചാൽ മുസ്ലിം പിള്ളേർക്ക് 18 വയസ്സെന്ന് പറഞ്ഞാൽ കല്യാണപ്രായമായി. അത് കഴിഞ്ഞ് 19 ആകുമ്പോഴത്തേക്ക് കല്യാണപ്രായം കഴിഞ്ഞു. 20 ആകുമ്പം കൂടി, 22 ആയിക്കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അതില്ല. ആ സമയത്താണ് 2014 കാലഘട്ടത്തിൽ. അപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. റമീസ് ഖാൻ്റെ കല്യാണം എത്രാമത്തെ വയസ്സിലായിരുന്നു? 24 വയസ്സിലെങ്ങനെ കല്യാണം കഴിച്ച വേറൊരാള്. അപ്പം അന്ന് എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ പാടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി പറയുമ്പോൾ മൊത്തത്തിൽ പറയാല്ലേ, എന്നാ പറയണ്ടേ തിരിയുന്നില്ല, ഒരു വെപ്രാളും. കല്യാണം കഴിഞ്ഞ മുതലാണ്. കല്യാണം കഴിഞ്ഞ വെച്ചാൽ +2 പഠിക്കുന്ന സമയത്ത് കല്യാണാലോചന വന്നു. എൻ്റെ ഫ്രണ്ട് യാസ്മിൻ്റെ, ഓളെൻ്റെ ID കാർഡ്, ഇങ്ങനെ നമുക്ക് ID കാർഡ് ഉണ്ടാവല്ലോ, അതിങ്ങനെ ഫൽക്കാൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ച്, ഫൽക്ക കല്യാണാലോചന നോക്കുന്ന സമയം. അപ്പോൾ കാണിച്ചിട്ട് കല്യാണം അവരിങ്ങനെ ഉമ്മയും പെങ്ങളെല്ലാം കാണാൻ വേണ്ടി വന്നു. പക്ഷേ ഒരു റീസൺ കൊണ്ട് കല്യാണം നടന്നിട്ടില്ല എന്നല്ല, പിന്നെ ഫൽക്കാൻ്റെ ഉപ്പ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഇപ്പം നോക്കുന്നില്ല, നമ്മൾ പിന്നെ നോക്കുന്നത്. പിന്നെ അന്ന് ആ സമയത്ത് നമുക്ക് 17 ആയിട്ടുള്ളൂ, 18 പൂർത്തിയായിട്ടില്ല. അപ്പോൾ പക്ഷെ നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇവരിങ്ങനെ വന്ന് ചോദിച്ചപ്പം നോക്കാമെന്നുള്ള ഇതിനകത്ത് നിന്നത്. അപ്പോൾ അവരിപ്പം നോക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വേണ്ട. അപ്പം എനിക്ക് പഠിക്കണം എന്നുള്ള താല്പര്യം, ഉപ്പാക്ക് പഠിപ്പിക്കണം എന്നുള്ള താല്പര്യം, ഉമ്മാക്കാണ് അതിനകത്ത് വലിയ താല്പര്യം ഇല്ലാന്ന് നിന്ന്. അപ്പം 2 പെൺകുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും വേഗം കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളൊരു തോട്ടേനും ഉമ്മാക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ ഉപ്പാക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ 20 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ കല്യാണം കഴിപ്പിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ ദീദിനെ 20 വയസ്സ് ആയിട്ട് കല്യാണം ആലോചിക്കാൻ തുടങ്ങിയിട്ട്, എൻ്റെ ഇത്താത്തം. അപ്പോൾ ഓളെ കല്യാണം 22 വയസ്സായി. അപ്പം ഉമ്മാക്ക് ആ ഒരു പേടിയുണ്ട്, ഇനിയിപ്പോൾ ഇവളെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ ലേറ്റായി പോകുമെന്നുള്ള. അപ്പം ഇവർ വന്ന് ചോദിച്ചപ്പം കെട്ടിച്ച് കൊടുക്കുക, അങ്ങനെ ആ ഒരു ഇതായിരുന്നു.
പക്ഷെ അന്ന് ആ സമയത്ത് കല്യാണം വേണ്ടാന്ന് വെച്ച് ഞാൻ ഡിഗ്രിക്ക് ചേർന്നിട്ട് ഒരു 3 മാസം ഞാൻ പോയിട്ടുണ്ടായി. അന്ന് ഞാൻ റമീസ് ഖാൻ്റെ നാടിന് കുറച്ച് ഇപ്പുറത്താണ് ഡിഗ്രി ചെയ്തത്. സിബിഐയിലാണ് ചെയ്തത്. അപ്പം ഇപ്പം നമ്മളെ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണുമ്പോൾ ആൾക്കാരിങ്ങനെ റമീസ് ഖാൻ ചോദിക്കുന്നുണ്ട് ഇവളവിടെ പഠിച്ചാണെന്നുള്ളത്. അപ്പം ഞാൻ 3 മാസമേ പഠിച്ചിട്ടുള്ളൂ. അപ്പത്തേനും കല്യാണം വീണ്ടും ഇവർ തന്നെ തിരിച്ച് കല്യാണാലോചനയായിട്ട് വന്നു. അങ്ങനെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 സെപ്റ്റംബർ 6 പെണ്ണാണാൻ വന്ന്. ഈ പെണ്ണാണാൻ വന്നിട്ട് മോതിരമായിരുന്നു എനിക്ക് വന്നിട്ട് പോയിട്ടുണ്ടായി. ടൈം മോതിരയിൽ ഇട്ടായിരുന്നു. അപ്പം അത് ഇട്ട് പോയപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്ന ആള്, ജേർണലിസ്റ്റ് ആവാൻ പോകുന്ന ആളാണല്ലോ. സ്കൂളിൽ സാറിനെ എല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ മടി കാണിക്കുമ്പോൾ കെമിസ്ട്രീൻ്റെ നിസാർ സാറുണ്ട്. സാറ് നല്ലപോലെ അടിക്കുമല്ലോ ആ സമയത്ത്. അപ്പോൾ സാറിനോട് ഞാൻ വാശിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ച് ജോലി നേടി എൻ്റെ സ്വന്തം വണ്ടീൻ്റെ താക്കോൽ ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്നെല്ലാം പറ്റണ്ടേ. അങ്ങനെ ഞാൻ പോയി. പക്ഷെ അന്നേരം ഞാൻ പഠിച്ച് ജോലി നേടിയിട്ടല്ല, കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായി. കല്യാണം കഴിഞ്ഞ് നമ്മൾ കുറേ ആൾക്കാർ, ഞാൻ ഇവിടെ തന്നെ കാമ്പടിയിൽ പഠിച്ചതുകൊണ്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഫൽഖാൻ്റെ വീട് മുഴക്കുന്നില്ല. അപ്പം കുറേ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഫൽഖാനെ ഞാൻ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൽഖാൻ്റെ ഫ്രണ്ടായ റെയ്സ് ഖാൻ്റെ കല്യാണത്തിന് ഫൽഖ വരുന്നു. റെയ്സ്ക കിട്ടുന്നത് എൻ്റെ ഫ്രണ്ടായ ബാസിത്താനെ, ഉമ്പാച്ചിന്ന് നമ്മൾ വിളിക്കും. അപ്പം ഉമ്പാച്ചിൻ്റെ ഫ്രണ്ട്സായിട്ട് നമ്മളും ഉണ്ട്, റെയ്സ് ഖാൻ്റെ ഫ്രണ്ടായിട്ട് ഫൽക്കയുണ്ട്. അപ്പം അവരിങ്ങനെ ചെക്കൻ്റെ കൂടെ വരുന്ന സമയത്ത് ഫൽക്കാട് ഇങ്ങനെ പറഞ്ഞു ഇതാ നിനക്ക് പറഞ്ഞ പെണ്ണിതാന്ന് റെയ്സ്ക പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അന്ന് മൂപ്പരെന്നെ കണ്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുറേ പെമ്പിള്ളേർ ഒന്നിച്ച് നിൽക്കുന്നതാണ്. ജസ്റ്റ് ഒരു മിന്നായം പോലും അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം ഫൽക്കപ്പത്തേക്കും ആ സമയത്ത് സൗദിയിലായിരുന്നു. നമുക്ക് കുറേ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. സൗദി ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ നാട്ടിൽ വന്ന് ആ സമയത്ത് തന്നെ കണ്ട്. അപ്പം നാട്ടിൽ വന്നിട്ട് ഒരു 10 പെണ്ണങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം മൂപ്പര് ഓരോ കാരണങ്ങൾ കൊണ്ട് ആ കല്യാണമൊന്നും വേണ്ടാന്ന് വെച്ച്. ഫൽക്കാക്ക് ഇഷ്ടപ്പെടുന്നത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് പോവും. പിന്നെ വേറെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഫൽക്കാക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങനെ കുറേ ആലോചന 10 അങ്ങനെ പെണ്ണുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായതേ. അപ്പോൾ വീണ്ടും വീട്ടിൽ ഇങ്ങനെ അവതരിപ്പിച്ച്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു റീസൺ ഉണ്ടായിരുന്നു നമ്മളെ കല്യാണം നടക്കാത്തതിന്. അപ്പോൾ ആ റീസൺ മൂപ്പർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞ് പിന്നെ എന്താ കുട്ടിക്ക് എന്താ പ്രശ്നം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്ക് തോന്നി എന്നാൽ എനിക്ക് കെട്ടാൻ താല്പര്യമുണ്ടെന്ന് തോന്നി. അവർ അങ്ങനെയാണെങ്കിൽ നിനക്ക് താല്പര്യമുണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ്. പക്ഷെ ആ ഒരു റീസൺ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 1 മാസം കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ജീവിക്കേണ്ടിയിരുന്നു. ആ സമയത്ത് ഫൽക്കാക്ക് ഒരു 20 ദിവസത്തെ ലീവ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് 20 ദിവസത്തെ കല്യാണം കഴിഞ്ഞ പാടല്ലേ. അപ്പം തിരിച്ചു പോകാൻ അന്നേരം അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ മൂപ്പര് പോയില്ല. ആ ജോലി വേണ്ടാന്ന് വെച്ച്. അങ്ങനെ 1 വർഷം നാട്ടിലുണ്ടായിരുന്നു. 1 വർഷത്തിൽ ബാംഗ്ലൂർ കുറച്ച് നാൾ വർക്ക് ചെയ്ത്, നാട്ടിൽ കുറച്ച് നാൾ ഓട്ടോ ഓടിച്ചിട്ടുണ്ടായി. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആ മാസം തന്നെ ഞാൻ ആലീനെ പ്രഗ്നൻ്റ് ആയി. അപ്പം പിന്നെ ഫൽക്ക തിരിച്ചിട്ട് സൗദിയിലോട്ടേക്ക് തന്നെ പോകുന്നത്. ഫൽക്ക ഇതുവരെ സൗദിയിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. സൗദിയിലോട്ടേക്ക് പോകുന്നത് ആലയ്ക്ക് 3 മാസം പ്രസവം കഴിഞ്ഞിട്ട് 3 മാസമാണ്, കറക്റ്റ് 3 മാസം ആകുന്ന ദിവസം തിരിച്ചു പോകുന്നു. അങ്ങനെ ഷിഫയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ആൾക്കാരായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് ഡിഗ്രി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് അക്ഷയയിലോട്ടേക്ക് ഞാൻ ജോലിക്ക് വരുന്നത്. ജോലിക്ക് തന്നെ പേരാരക്ഷയിലാണ്. എനിക്ക് എൻ്റെ സ്റ്റോറി പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ മെൻഷൻ ചെയ്യാനുണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് 28 വയസ്സിൽ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കാൻ, ഒരു ഇൻഡിപെൻഡൻ്റ് ആവാൻ, ലൈഫിൽ ഏറ്റവും മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടും തിരിച്ച് വീണ്ടും സ്ട്രോങ് ആയിട്ട് വരാൻ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ടുണ്ടായിന്. വളരെ ചുരുക്കം ആൾക്കാർ നമ്മളെ തളർത്താനും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നിന്റെ സ്റ്റോറി കണ്ട് പഠിക്കേണ്ടതാണ്. നമ്മളങ്ങനെ തളർന്നു പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരുപാട് ആൾക്കാർ ഒറ്റപ്പെടുത്തിയിട്ടും വീണ്ടും ഈ ഒരു നമ്മൾ സ്നേഹിച്ച ആൾക്കാരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് തളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാത്ത ആൾക്കാരാകുമ്പോൾ നമുക്ക് വാശി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഈ സ്നേഹിച്ചവരാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അതും ഒരു വാശിയാവും. അവരെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. നമ്മളെപ്പം തമ്മിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യം നമുക്ക് ജീവിച്ച് കാണിക്കണം അങ്ങനെ പറഞ്ഞിട്ട്. വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പോലും ആൾക്കാർ പറയുന്നുണ്ട് ഇത് പുതുക്കല്ലേ അതല്ലേ എന്ന് പറയുന്നത്. അപ്പം അത് പുതുക്കല്ല. എന്താണെന്ന് വെച്ചാൽ
ഈ ലൈഫ് സ്റ്റോറിൻ്റെ ഇടയിൽ ഞാൻ ഒറ്റൊരു കാര്യം പറഞ്ഞുതരാം. രണ്ടുപേര് നന്നായിട്ട് ജീവിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പുതുക്കം മരണം വരെ കൊണ്ടുപോകാൻ പറ്റും. അതിന് ഇതാണ് 6 വർഷത്തോളം പരിചയം ഉണ്ടായിരുന്നത്. പ്രണയിച്ചിട്ട് 4.5 വർഷത്തോളം, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷത്തോളം ഒന്നിച്ചിട്ടുണ്ടായിരുന്ന ഇവർ അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരു ബന്ധവും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് കല്യാണം കഴിച്ചിട്ട് ലൈഫിൽ 9 വർഷം ഒന്നിച്ച് ജീവിച്ച് ഞാനും പതുക്കെ അതിനൊരു ഉദാഹരണം. എന്ന് വെച്ചാൽ അടിച്ചു പിരിയണമെന്ന് വെച്ചാൽ അടിച്ചു പിരിയാം, ജീവിക്കണം എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാനും പറ്റും. അപ്പം എവിടെയാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായത്? ഒരുപാട് ആൾക്കാരെ എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞാനപ്പം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഫാമിലി ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ട് മെൻ്റലി നല്ലപോലെ ഡൗൺ ആയിട്ടുണ്ട്. ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ്റെ അങ്ങേ തലക്കെത്തിൻ്റെ. പക്ഷെ അത് പുറത്തൊരാൾക്കും അറിയില്ല കേട്ടോ. വളരെ ചുരുക്കം ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതിൻ്റെ അകത്ത് ഒരാൾ മെയിനായിട്ടുള്ള ആൾ ഫൽക്കേനു. അപ്പോൾ ഫൽക്കാക്ക് ഇത് അറിയുന്നതുകൊണ്ട് എന്നാൽ നീ എന്തെങ്കിലും ചെയ്തോ, പഠിച്ചോ. എന്നോട് ആ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇവർ ഫൽക്കാൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് ഇങ്ങനെ കല്യാണാലോചന വീണ്ടും ഇവർ പ്രപ്പോസലായിട്ട് വരുമ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അല്ല അന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രീൻ്റെ അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കാം. ഉപ്പ എനിക്കിങ്ങനെ രാത്രി കൂട്ടിയിരുന്നിട്ടുണ്ട്. അപ്പം ഉപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ഇവൾ പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പഠിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഫൽക്കയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഫൽക്കാക്ക് ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നതിനകത്ത് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കൊന്ന് എന്നാ നിർത്താൻ തോന്നും. ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എ സി ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കുത്തരി തൊണ്ടയിലോട്ടേക്ക് അതാട്ട കട്ടാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഫൽക്ക നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നിർത്താം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ലൈഫിൽ മുമ്പോട്ടേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ നമുക്ക് പഠനം മുമ്പോട്ടേക്ക് കൊണ്ടുവരണം ആഗ്രഹം. പക്ഷെ ഇവർ പറയുമ്പോൾ നമുക്ക് അതൊരു ഇതാണല്ലോ. അപ്പം അങ്ങനെ നിർത്തി. പിന്നെ ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയല്ലോ. അപ്പം പിന്നെ ഞാൻ ഭയങ്കര വോമിറ്റിങ്ങിലുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് പഠനത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതൊന്നും ആ സമയത്ത് വരില്ല. പിന്നെ കുട്ടിയായതിന് ശേഷമാണ് വീണ്ടും തോന്നിയത് ഇങ്ങനെ വെറുതെ എന്തിനാ ലൈഫ് കളയുന്നത് എന്നുള്ള. പിന്നെ എല്ലാ കാര്യത്തിനും ഇവരെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവർ പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന അവർ മാത്രം കഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ അപ്പോഴും വീട്ടിലിരുന്നിട്ട് ഓരോന്ന് ചെയ്യും. കേക്ക് ഉണ്ടാക്കും, പിന്നെ കുറി നടത്തിയിട്ടുണ്ട്, സ്റ്റിച്ചിങ് നമ്മളെ നൈറ്റി യൂണിറ്റിൽ നിന്ന് കട്ട് ചെയ്ത തുണി അവർ തരും. അപ്പം എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല. അപ്പം ദീദി ഒരു ഷോപ്പ് ഇട്ടതിനകത്ത് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ അതിനകത്തെല്ലാം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നൈറ്റി സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നു. അങ്ങനെ നൈറ്റി അന്ന് എന്തോ 10 രൂപ അങ്ങനെ ഒരു നൈറ്റി അടിച്ചാൽ കിട്ടുള്ളൂ. ഇപ്പോഴും അത്രയും ഇങ്ങനെ ഉള്ളൂ, 20 അങ്ങനെ എന്തോ ഉള്ളൂ. ഹോൾസെയിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പം ആ ഒരു 10 രൂപയ്ക്കുള്ളിൽ ഞാൻ നൈറ്റി അടിച്ചു കൊടുത്തെന്ന് വെച്ചാൽ എനിക്ക് കഷ്ടപ്പാടുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഫൽക്കാക്ക് ചിലവിനെല്ലാം തരുവേനും. പക്ഷെ എനിക്ക് എന്തിനാ ഇവരെ എല്ലാ കാര്യത്തിനും ഇപ്പം എല്ലാവരും എല്ലാ സ്ത്രീകളും കോമൺ ആയിട്ട് പറയുന്ന പോലെ ഒരു പാഡ് വാങ്ങാൻ ഇവരെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്നുള്ള ഒരു തോന്നൽ എനിക്കുള്ളതുകൊണ്ട്. പിന്നെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടായ ഒരാളാണ്. അപ്പം എപ്പോൾ എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്ന. ഇപ്പോഴും ഇപ്പോൾ ഫൽക്ക ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് നാട്ടിൽ വന്നിട്ട് അപ്പോഴും പണിക്ക് വിടുക എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നാട്ടിൽ വരുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക. പിന്നെ ഈ മിഡിൽ ക്ലാസ് ഒരു ആവറേജ് ഫാമിലിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഇരിക്കുന്ന ചെക്കന്മാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് പണിയെടുക്കുന്ന പൈസ അവർ മാസാമാസം നാട്ടിൽ കല്യാണം ഉണ്ടാവും, വീട്ടിൽ കൂടുതലുണ്ടാവും, കുടുംബക്കാർ അതുണ്ടാവും ഇതുണ്ടാവും, പിന്നെ അങ്ങനെ ഒരുപാട് ചിലവുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഹോസ്പിറ്റൽ ചിലവുണ്ടാവും, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഇങ്ങനെ കുറേ ചടങ്ങുകളുണ്ടാവുമല്ലോ. ഇവർ ഈ മാസം ഇവർക്കുള്ള സാലറിനകത്ത് നിന്ന് 1 രൂപ ഇവർക്ക് കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇതിനകത്ത് നിന്ന് ഇവർ ഇതെല്ലാം മിച്ചം വെച്ചിട്ട് ലാസ്റ്റ് നാട്ടിലോട്ടേക്ക് വരുമ്പോൾ ഇവരുടെ കയ്യിൽ കൂടി വന്നാൽ ഒരു മാസം ജീവിക്കാനുള്ള പൈസ ഉണ്ടാവും. ഫൽക്കാക്ക് ഷിഫയിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 6 മാസം ലീവ് ഉണ്ട്. ഇങ്ങനെ ഷിഫയിൽ ഇവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ അവിടെ അങ്ങനെ തന്നെ ലീവ്. ഒരു കാര്യത്തിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന കാര്യത്തിൽ നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ 6 മാസം ഒന്നിച്ച് ജീവിക്കാനോ. പക്ഷെ ഈ 6 മാസം നാട്ടിൽ വന്നിട്ട് ഇവരെന്ത് ജോലി ചെയ്യും? ഫൽക്കാക്ക് പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യും. ഡ്രൈവറായിട്ട് ഓട്ടോ കല്യാണത്തിന് മുമ്പേ ഓട്ടോ ഓടിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഓട്ടോ ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്ന ആളല്ലേ. അപ്പം ഷിഫയിലൊരു ഷോപ്പിലേനു. പിന്നെ കൂടുതലും ചെയ്തിരുന്ന ജോലി ഡ്രൈവിങ്ങിൻ്റെ തന്നെയാണ്. അപ്പോൾ വെച്ചാൽ നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഓട്ടോ എടുത്ത് സ്റ്റാൻഡിൽ ഇട്ടതിന് ഓട്ടോക്കാർ അടിക്കുമല്ലോ. അതിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ഷോപ്പിൽ ഏൽപ്പിക്കാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒക്കെ ബുദ്ധിമുട്ടേനു. അപ്പം ആ സമയത്ത് മൂപ്പര് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ജസീല സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലേ.
അതുപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് ജോലിക്ക് വേണ്ടി ഗവൺമെൻറ് ജോബ് ആവുന്ന എല്ലാ പെൺപിള്ളേരുടെയും തലയിൽ ഫസ്റ്റ് വരിക. അപ്പം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ജോലീൻ്റെ ഭാഗമായിട്ട് അപ്പം എല്ലാ വർഷവും നമുക്ക് മറ്റേ എന്താ തപാലിൽ ഒഴിവ് വരും, പോസ്റ്റ് ഓഫീസ് ജോബ് വേക്കൻസി വരും. അപ്പം അതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുഴക്കുന്നിന്ന് എൻ്റെ വീട്ടിലോട്ടേക്ക് പോയി, പേരവരേക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഞാൻ ഡെയിലി രാവിലെ ഡോക്യുമെൻ്റ് എടുത്തിട്ട് അക്ഷയയിൽ വരും. അക്ഷയയിൽ വൈകുന്നേരം വരെ ഒരു ദിവസം ഞാൻ ഇരുന്നിട്ടുണ്ട്, തിരിച്ചു പോകും. എന്ന് വെച്ചാൽ സൈറ്റ് കിട്ടൂല. അപ്പം ആ സമയത്ത് പേരാവൂർ അക്ഷയയിൽ ഞാൻ വർക്ക് ചെയ്ത ഫസ്റ്റ്. അവിടുന്ന് ഒരു പെണ്ണ് അന്നത്തെ ആ ആഴ്ച ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് പോയി. ആ പോയ സമയത്ത് ഒരു സിസ്റ്റം ഒഴിവ്, പിന്നെ അക്ഷയയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ഇവർക്ക് നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റം ഒഴിവായി കിടക്കുന്നുണ്ടേ. അപ്പം എന്താണെന്നറിയില്ല, കുത്തൽ വല്ലാണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ബുദ്ധിമുട്ട്, വീഡിയോയിൽ ബുദ്ധിമുട്ടുണ്ടാകും, ക്ഷമിക്കണേ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ അവിടെ ഇരുന്ന ബിജോട്ടനോട് ചേച്ചി, എനിക്ക് ഏറ്റവും കടപ്പെട്ട രണ്ടാൾക്കാരാണ്, പിന്നെ എൻ്റെ വിദ്യേച്ചി. ഞാനിങ്ങനെ ഓരോരുത്തർ പേരെടുത്ത് പറയും. എൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ എനിക്ക് ഇവരെല്ലാം മെൻഷൻ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന മോശമായി പോകുന്നുള്ളൊരു തോന്നലുണ്ടാട്ടെ ഇവരെല്ലാം പേര് പറയുന്നത്. പിന്നെ എൻ്റെ ചാനലിൽ എന്നെക്കുറിച്ചിട്ട് ഞാൻ പറയുമ്പം ഇവരെക്കുറിച്ചിട്ടെല്ലാം എന്തായാലും ഞാൻ പറഞ്ഞിരിക്കണം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ തന്നെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ഇരുന്ന് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് അന്ന് എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്ത് അവിടെ വന്ന 2 ആൾക്കാരുടെ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പം എന്നോട് ജിഷേച്ചി വന്നിട്ട് വെറുതെ ഇങ്ങനെ പുറകിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയാണ് സ്ഥിരം ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് ചോദിച്ചു തട്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നുണ്ടേ, പക്ഷെ ഞാൻ വിചാരിച്ച തമാശയാക്കുന്നതായിരിക്കും. കാരണം വെച്ചാൽ അക്ഷയയിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ക്വാളിഫിക്കേഷൻ വേണ്ടി വരും, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെയൊന്നും എവിടെയും വർക്ക് ചെയ്ത ഒരാളല്ലാത്തതുകൊണ്ട് ഞാനതൊരു ഫണ്ണായിട്ട് എടുത്ത്. എന്നാലും ഞാൻ വിദ്യേച്ചിനോട് ചോദിച്ച് അങ്ങനെ എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിദ്യേച്ചി എന്നോട് നമ്പർ കൊടുത്തിട്ടാണ് വന്നത്. വിളിച്ചിട്ട് പറഞ്ഞത് എന്നോടൊന്ന് വരാൻ വേണ്ടി പറയുന്നുണ്ട്, ഇവിടെ ഒരാളെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ അവിടെ പോയി ഇൻ്റർവ്യൂ, ചെറിയൊരു ഇൻ്റർവ്യൂ, ചേച്ചിയും വിജയോടും കാര്യങ്ങൾ ചോദിച്ചു. നമ്മൾ പറഞ്ഞു തരുന്ന മനസ്സിലാവുമോ, പഠിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. ചെറിയൊരു സാലറി ഞങ്ങൾക്ക് പറഞ്ഞത്, പക്ഷെ എനിക്ക് അന്നേരം സാലറി പ്രശ്നമില്ല. കാരണം വെച്ചാൽ എനിക്കെൻ്റെ ഡിപ്രഷൻ മാറണം, പിന്നെ വീട്ടിലിരിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറണം എന്നുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് സാലറി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം അന്നേരം എനിക്ക് ഫൽക്ക ചെലവിന് തരുന്നുണ്ട്. ആലിക്ക് അന്ന് 3 വയസ്സ്. പിന്നെ ആലിക്ക് 3 വയസ്സായപ്പോൾ ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങണം എന്നുള്ളൊരു തോന്നൽ വന്നു. അതുവരെ എൻ്റെ കുട്ടീൻ്റെ കൂടെ ഞാൻ വേണം, അങ്ങനെ ഒരു ചിന്താഗതിനെ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുക, എൻ്റെ ഡിപ്രഷൻ മാറുക എന്നുള്ളൊരു സാധനം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ എനിക്ക് സാലറി പ്രശ്നമല്ല, ഫൽക്ക എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഈ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ സേവ് ചെയ്ത് വെക്കാൻ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചിട്ട് ആ സമയത്ത് ഫൽക്കാൻ്റെ ഉപ്പയും ഉമ്രക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് അവർ തിരിച്ചു വന്നിട്ട് അവരെ കാണാൻ വേണ്ടി ഞാൻ വന്നു. പിറ്റേന്ന് ഞാൻ ജോലിക്ക് കയറുകയാണ്. തലേന്ന് ഞാൻ ഫൽക്കാൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് തിരിച്ചു പോയി. എൻ്റെ വീട്ടിൽ പോയി തിരക്കിട്ട് രാവിലെ ഓഫീസ് ടൈം, നമ്മൾ ആദ്യമായിട്ടൊരു ജോലിക്ക് കയറിയില്ല, അപ്പോൾ കൃത്യനിഷ്ഠയിലും വേണമല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ഒരു സ്റ്റെപ്പുള്ള വീടാണ് നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ അതുവരെ നിന്നിരുന്നൊരു ചെറിയ വീടാണ്, സ്വന്തം വീട് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാടകയ്ക്കാൻ നിൽക്കുന്നുണ്ടായേ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഒന്ന് നടക്കുമ്പോഴത്തേക്ക് ചിരലിൽ ഊരിയിട്ട് ഞാൻ വീണു. ഈ കണ്ടകശനി നോക്കണേ, വീണ് കാലൊന്ന് മടങ്ങി. അപ്പം ഞാനൊരു ടെക്നുള്ള സൗണ്ട് കേട്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ വീണപാടെ ഫസ്റ്റ് എണീറ്റിട്ട് പരിസരം ഒന്ന് നോക്കും ആരും കണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞാൻ നോക്കി. അപ്പോൾ അമ്മായി ഉണ്ടായിരുന്നു അവിടെ നിന്ന് അടിച്ചു വരുന്ന കതിരമ്മായി എന്ന് പറഞ്ഞിട്ട് അമ്മായി അടിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മായിനോട് പറഞ്ഞു, അമ്മായി, ഞാൻ അപ്പത്തേനും എണീറ്റിട്ട് അടുത്തുള്ള ചെറിയൊരു മതിലിലോട്ടേക്ക് ഇരുന്നേ. ഞാൻ അമ്മായിനോട് പറഞ്ഞു, അമ്മായി ഞാൻ വീണു, എൻ്റെ എല്ല് പൊട്ടിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞേ. അപ്പം അവർ പറഞ്ഞ്, എല്ല് പൊട്ടിയാൽ നീ ഇങ്ങനെയൊന്നും ഇരിക്കൂല, നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പത്തേനും ഉപ്പയും ഉമ്മയെല്ലാം വന്ന് ഇങ്ങനെ ഞാൻ വീണെന്ന് അമ്മായി പറഞ്ഞിട്ട് വന്ന്. അപ്പം ഞാൻ ഉപ്പാടും പറഞ്ഞു, ഉപ്പ ഞാൻ സൗണ്ട് കേട്ടിട്ടുണ്ട്, എല്ല് പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, എല്ല് പൊട്ടിയിട്ട് നീ ഇങ്ങനെ ഇരിക്കാനോ, നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നത് പൊട്ടത്തരായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. നേരെ അവിടുന്ന് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ഈ ഒരു കഥ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ കണ്ടകശനിയാണ് പറയുന്നത് എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് ദിവസം ഞാൻ മൂടങ്ങ് പോയി. അവരെ ഫോൺ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞാൻ വീണിട്ടുണ്ട്, ഒന്ന് ഹോസ്പിറ്റലിലോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. നല്ല മനുഷ്യന്മാരാണ്. ഇപ്പോഴും എന്നെ എന്നൊരു എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും മെസ്സേജ് അയച്ചിട്ടും എന്നെ ഓർത്തിട്ട് കരയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദിശേച്ചി ആ സമയത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കുവിനെ. ഇപ്പം ഞാൻ ഓക്കെ നിനക്കറിയാം എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ആ ഫസ്റ്റ് ഡേ ഞാനൊരു ബന്ധമില്ലാത്ത സമയത്ത് പോലും എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പം വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയി കാല് പടം മറിഞ്ഞതാന്ന് പറഞ്ഞു. മരുന്നിട്ടു. 3 ദിവസം കഴിഞ്ഞ് പടം മറിഞ്ഞതാണ് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവുമല്ലോ. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജോലിക്ക് പോകാന്നുള്ള വാക്ക് അവർക്ക് കൊടുത്തു. ഞാൻ വരാം, ഇങ്ങനൊരു പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ച്. 3-ാമത്തെ ദിവസം എൻ്റെ മുട്ടുവരെ നീര് വെച്ചു. അപ്പം വേദന കൊണ്ട് എനിക്ക് കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. കാരണം മുട്ടുവരെ നീര് വന്നല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ കാലിൽ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എല്ലാവരും ചീത്ത പറഞ്ഞു. കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പൊട്ടി, ഞാൻ സൗണ്ട് കേട്ടത്. അപ്പം എല്ല് പൊട്ടുന്ന സൗണ്ട് കേൾക്കൂല എന്നാ പൊതുവെ പറയാം. അപ്പം ഞാൻ അന്ന് ഡോക്ടറോട് അങ്ങോട്ട് കയറി ചോദിച്ചു ഇങ്ങനെ എല്ല് പൊട്ടി ഞാനൊരു സൗണ്ട് കേട്ടു, അങ്ങനെ കേൾക്കുമെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ ചുരുക്കം ആൾക്കാർക്ക് അങ്ങനെ കേൾക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം എല്ല് പൊട്ടിയത് 1 മാസം പ്ലാസ്റ്റർ ഇട്ടല്ലോ. ഞാൻ ഈ ഒറ്റക്കാലിൽ തുള്ളി ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ജോലിക്ക് പോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് ആണ് എന്നെ ഇന്നിവിടെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയാൽ തന്നെ ബാക്കി എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് കടന്നു വരാൻ പറ്റും. പൈസക്ക് അത്രയും പ്രാധാന്യമില്ലേ? ഉറപ്പായിട്ടുണ്ട്. നമ്മൾ പൈസയെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൈസയെ സ്നേഹിക്കുന്നില്ല, പൈസക്ക് അത്രയും പ്രാധാന്യം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ ദാരിദ്ര്യത്തിലേക്കും പോകരുത്, പണക്കാരനും വരുത്, മിഡിൽ ക്ലാസ് ഫാമിലി തന്നെ ജീവിക്കണം. അപ്പം നമ്മൾ മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പം ചെറുതിൽ പെരുന്നാളിന്, വലിയ പെരുന്നാളിന്, ചെറിയ പെരുന്നാളിന് 2 ഡ്രസ്സ് കിട്ടുന്ന ആൾക്കാരാണ്. പിന്നെ ഉമ്മാൻ്റെ സാരിയും കൊണ്ടെല്ലാം ഉമ്മ അടിച്ചു തന്നു കഴിഞ്ഞാൽ പാവാടയും ബ്ലൗസെല്ലാം അടിച്ചു കഴിഞ്ഞാൽ പുതിയ ഡ്രസ്സ് കിട്ടുന്ന അങ്ങനെ ജീവിച്ച ആൾക്കാരാണ് നമ്മൾ. ഭയങ്കര പൈസക്കാരൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ പഠിച്ചതും സാധിച്ചിട്ട് അൽഹംദുലില്ലാ വലിയ പൈസക്കാരല്ല, എന്നാലും അൽഹംദുലില്ലാ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിന് പറ്റാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജിലേക്ക് ഞാൻ അങ്ങനെ എത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം അതുപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലിക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ നല്ലപോലെ സേവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ എൻ്റെ മക്കൾ അനുഭവിക്കരുത് എന്ന് വെച്ചാൽ ഞാനങ്ങനെ പട്ടിണി കിടന്ന് ജീവിച്ചു എന്നൊന്നല്ല കേട്ടോ പറയുന്നത്. ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട് എൻ്റെ ഉപ്പയമ്മയും. വലിയ ഇന്നത്തെ 2K കിട്ടിനെ പോലെ ജീവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. അങ്ങനെ ജോലിക്ക് പോക്ക് തുടങ്ങി. ഞാൻ ഫൽക്ക് നല്ല ഇതിനകത്ത് തന്നെ പോകുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് സാലറി ഞാൻ ഉപയോഗിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൈസക്ക് ആവശ്യമില്ല, അങ്ങനെ ചിലവൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് വാങ്ങുന്നത്, ഞാൻ ഇപ്പോഴും ഫാൻസി ഒന്ന് നിങ്ങൾ കാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം ഫസ്റ്റ് സാലറി എനിക്ക് പൈസക്ക് ആ സമയത്ത് എൻ്റെ അടുത്ത് പൈസ ബാലൻസ് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് സാലറി ഞാൻ കൊണ്ടുപോയിട്ട് ഫൽക്കാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ച്. എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് സാലറി ഞാൻ കൊണ്ടുപോയിട്ട് ബുള്ളറ്റ് ഓർഡർ ചെയ്തു. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടം ബുള്ളറ്റ്. പിന്നെ വീട്ടിൽ ആ സമയത്ത് ഒരു കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുള്ളറ്റിൻ്റെ ബാക്കിയുള്ള പൈസയെല്ലാം ലോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരിൽ തന്നെ ലോൺ ഇട്ടു. അതും റെഡിയാക്കിയിട്ട് ബുള്ളറ്റ് ബുക്ക് ചെയ്ത് ബുള്ളറ്റിൻ്റെ മൊത്തം പൈസ കൊടുത്തിട്ട് അത് നമ്മളെ കയ്യിലോട്ടേക്ക് അവർ തരുമല്ലോ. പക്ഷെ എനിക്ക് ആരും ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് വരുന്നത് ഇഷ്ടമുണ്ടായില്ല. കാരണം അത് ഫസ്റ്റ് ഫൽക്ക് തന്നെ ഓടിക്കണം, നമ്മളെ ഗിഫ്റ്റ് ആണല്ലോ. അങ്ങനെ ആ വർഷം ഫൽക്ക തിരിച്ച് വന്ന് നാട്ടിലോട്ടേക്ക് വന്ന് എറണാകുളത്ത് എങ്ങനെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ അന്നേരത്തെ ഓർമ്മയാണ്. വന്ന് വീട്ടിൽ മടുത്ത് കയറി വന്ന സമയത്ത് ഞാൻ മൂപ്പനോട് നിർബന്ധിച്ച് കൂട്ടിയിട്ട് അപ്പം തന്നെ കണ്ണൂരേക്ക് പോയി. പോകുന്നത് വെച്ചാൽ അനിയൻ്റെ കുട്ടിക്ക് സുഖയിലായിട്ട് അവർ കാണിക്കാൻ വേണ്ടി പോകണം. അത് ശരിക്കും കാണിക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ ആരോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിന് മൗസിക്ക് അറിയാം. അന്ന് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം അറിയാം. അപ്പം ഇവിടുന്ന് ഞാൻ അന്ന് ഉപ്പാനോടും അനിയനോടും പറഞ്ഞ് ഞാനിങ്ങനെ ഒരു ബുള്ളറ്റ് വാങ്ങിയിട്ടുണ്ട്,
അപ്പോൾ ഫൽക്കാക്ക് കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ ഇവരും കൂടി നിർബന്ധിച്ച്. അപ്പം ഗത്യന്തരം ഇല്ലാണ്ട് ഫൽക്ക വന്ന്. പോകുന്ന സമയത്തല്ല എന്നോട് ദേഷ്യമാണ്. കാരണം വെച്ചാൽ ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് കുറച്ച് നേരം ഭാര്യേൻ്റെ കൂടെ ഇരിക്കാമെന്നെല്ലാം വിചാരിക്കുന്ന സമയത്ത് നിർബന്ധിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ടേക്ക് കൂട്ടി പോകുന്നതേ. പോകുന്ന വഴിക്ക് അനിയൻ പറഞ്ഞ് മറ്റേ അനിയന് ഇളയ അനിയനുണ്ട് അനസ് എന്ന് പറഞ്ഞു, ഓനിക്ക് ബുള്ളറ്റ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞ് അവിടെ ഷോറൂമിൽ കയറി. ഷോറൂമിൽ കയറിയപ്പോൾ ആൾക്ക് ഡൗട്ടൊന്നും ഇല്ല കേട്ടോ, അനിയൻ ആദ്യം ബുള്ളറ്റ് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. അപ്പം അവിടുന്ന് പേപ്പർ സൈൻ ചെയ്തിട്ട് അന്ന് എൻ്റെ പേരിലെടുക്കുന്നത്, കാരണം മൂപ്പര് നാട്ടിലില്ലാത്തതുകൊണ്ട് എൻ്റെ പേരിലെടുക്കണേനു. അങ്ങനെ സൈൻ ചെയ്ത് താക്കോൽ കൊടുക്കുമ്പോഴാണ് മൂപ്പര് അറിയുന്നുണ്ടായിരുന്നത് ഞാൻ മൂപ്പർക്കാണ് വാങ്ങിയെന്നുള്ളത്. അങ്ങനെ ഞാൻ അത്യാവശ്യം നമ്മളെ ഇടയിൽ നമ്മൾ അങ്ങനെയാണ്, ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം മനസ്സിലാക്കി വെക്കും. എന്നിട്ട് അത് ഒരു എക്സ്പ്രഷൻ നൽകാണെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ മൂപ്പർക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ല. എക്സ്പ്രഷൻ ഇട്ട് അറിയില്ല, സത്യമായിട്ട് ഒന്നും അറിയില്ല. പക്ഷെ എനിക്കറിയാം മൂപ്പർക്ക് സന്തോഷമാകുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ നല്ല രീതിക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പിന്നെ നമുക്ക് വീട് വെക്കണം എന്നുള്ളത് നമ്മളൊരു അത്യാവശ്യ കാര്യമായിട്ട് മാറി. അങ്ങനെ നമുക്കൊരു കുറി ഉണ്ടായിരുന്നു, നറുക്കുറി. നമ്മളൊരു സ്ഥലത്ത് കൂടിയിട്ടുണ്ടെങ്കിലും കുറേ കാലം നമ്മൾ ആ കുറിക്ക് വേണ്ടി കാത്തു നിന്ന്. ഫൽക്ക നാട്ടിലുള്ള സമയത്ത് നമുക്ക് കുറച്ച് ഗോൾഡും കാര്യങ്ങളെല്ലാം പണയത്തിൽ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് കുറേ നാൾ കാത്തു നിന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുറി നമുക്ക് കിട്ടിയില്ല. പക്ഷെ അത് നിർഭാഗ്യമല്ല കേട്ടോ. എന്നുവെച്ചാൽ ഫൽക്ക അവിടുന്ന് ജോലി ചെയ്ത പൈസയും കൊണ്ടും ഞാൻ ഉണ്ടാക്കുന്നതിനെ കൊണ്ടും നമ്മളെന്ത് ചെയ്തു, സ്വർണ്ണം എല്ലാം പണയത്തിന് എടുത്ത്. പിന്നെ ഈ കുറി വന്ന പൈസ നമ്മളെടുത്ത് ബാലൻസ് വന്ന സമയത്ത് ഉപ്പാനോട് ഇങ്ങനെ സ്ഥലം തരുവാണെങ്കിൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ അവരോട് സ്ഥലം തന്ന് നമ്മൾ വീട് വെച്ച്. വീട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾക്ക് വെറും 2 ലക്ഷം രൂപ കുറി വന്നതിനെ കൊണ്ട് നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തു. 2 വർഷം കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ വീട് വെച്ച് താമസം തുടങ്ങി. ഈ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൽക്ക അപ്പോഴും ഷിഫയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനപ്പോഴത്തേനും 1 വർഷം മാത്രമേ ഞാൻ പേരാരക്ഷയിൽ നിന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ കണിച്ചാറോട്ടേക്ക് റോയിയേട്ടനുണ്ട്, റോയിയേട്ടൻ്റെ അക്ഷയ കണിച്ചാറുണ്ടായിരുന്നു. അപ്പം മൂപ്പര് അത് നടത്താൻ വേണ്ടി ഞാൻ പൈസ കൊടുത്തിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് പോലെ പൈസ ഞാൻ അവർക്ക് കൊടുത്തു. എന്നിട്ട് ഞാനായിരുന്നു അത് നടത്തുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ വർക്കുള്ള സമയത്തുണ്ടല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാണ്ടിരുന്നിട്ട് വർക്ക് ചെയ്യും. സ്റ്റാഫ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരും. ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ പറഞ്ഞില്ല ഞാൻ പേരാവൂർ അക്ഷയയിൽ കയറിയിട്ടാണ് പണി പഠിച്ചത്. അപ്പം ഞാനിപ്പോൾ അക്ഷയയിലോട്ടേക്ക്, ഇപ്പം എൻ്റെ അക്ഷയയിലോട്ടേക്കാണെങ്കിലും ഞാൻ കണിച്ചാറ് ഇരിക്കുമ്പോഴായാലും ആൾക്കാരെടുക്കുമ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ പണി ഞാൻ പഠിപ്പിച്ചു തരാമെന്ന്. കാരണം ഞാൻ അങ്ങനെ വന്ന വഴി ആയതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധം പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നും പറഞ്ഞിട്ടല്ല എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ആൾക്കാരെ പഠിപ്പിക്കും, അവർ പോവും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവിടുന്ന് ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പെട്ട പൈസ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കാണ്ട്, വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിരിക്കില്ല, ഫൽക്കാക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മക്കൾക്ക് സർപ്രൈസ് കൊടുക്കാൻ, മോക്ക് ആലിയാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓരോരുത്തർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം, എനിക്ക് വേണ്ട ഒന്നും ഞാൻ ചെയ്യൂല. അങ്ങനെ അവിടുന്ന് നമ്മൾ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ട് വെച്ചാൽ ഫൽക്കാൻ്റെ പൈസ എനിക്ക് അയച്ചു തരും, ഞാൻ ഇതാക്കുന്നതും കൂടെ നമ്മളിങ്ങനെ സ്വരുക്ക് കൂട്ടിയിട്ട് വീട് വെച്ചു. അതിൻ്റെ ഇടയിൽ കുറേ കടങ്ങളുണ്ടായിരുന്നു, ലോൺ ഉണ്ടായിരുന്നു. എങ്ങനെയായാലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലീൻ്റെ ഒരു ആഗ്രഹമാണ് വീട് വെക്കുക എന്നുള്ളത്. നമുക്കാണെങ്കിൽ ഒരു കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ കൊണ്ട് വീട് വെച്ച് മാറിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനും കൂടിയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീട് വെച്ച് കൊറോണ സമയത്ത്, നിങ്ങളെ കല്യാണം ആ സമയത്തിരിക്കും. നിങ്ങളെ കല്യാണം ഏത് വർഷമാണ്? 21 20 ഇവർ കൊറോണ തുടക്കത്തിൽ കല്യാണം. നമ്മൾ കൊറോണ നല്ല പീക്കിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ കൂടൽ 2022 നമ്മൾ വീട്ടിൽ കൂടലുണ്ടായ 21 വീട്ടിൽ കൂടലുണ്ടായത്. 1 വർഷം കൊണ്ടല്ലേ. ആ വീട്ടിൽ കൂടി ഫൽക്ക കുറച്ച് ദിവസത്തെ ലീവിന് വന്നതാണ് നാട്ടിൽ. അന്ന് 6 മാസത്തെ ലീവിന് നാട്ടിൽ വന്ന്. പിന്നെ വീട്ടിൽ കൂടൽ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഫ്ലൈറ്റ് നിർത്തി. പിന്നെ തിരിച്ചു പോകാൻ വഴിയില്ല. അങ്ങനെ ഒരു 2 മാസം എക്സ്ട്രാ ആയി. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഫൽക്കാക്ക് ഷിഫയിലുള്ള ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അവിടെ പോയിട്ട് വേറെ ജോലിയെല്ലാം നോക്കേണ്ടി വന്ന്. അന്നും ഞാൻ ഫൽക്കാനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ, മക്കളെ കാര്യങ്ങൾ, ചിലവ് കാര്യങ്ങളെല്ലാം ഞാൻ പിള്ളേനെ കൊണ്ട് ഇതാക്കും. ഞാൻ ഫൽക്കാട് പറഞ്ഞ് പേടിക്കേണ്ട, ജോലി ഇല്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര ടെൻഷൻ. കാരണം നമുക്ക് EMI ഉണ്ട്, പിന്നെ വീട്ടിലെ ചിലർ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇതെല്ലാം ഹാൻഡിൽ ചെയ്തേ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫാമിലിയിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടില്ലെങ്കിലും
ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട്. മൈസി, യാസ്മി ഫിനാൻഷ്യലി സഹായിച്ചത് അവരെല്ലാം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. വേറെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ചെറിയ വീട്ടുകൂടലായിട്ട് നടത്തി. നമ്മൾ അപ്പത്തേനും ആലിക്ക് 6 വയസ്സ് 6 വയസ്സായി. അപ്പോൾ ഓളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേനും രണ്ടാമതൊരാൾ വേണം എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേനും. നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടേനു ഒരു ആലിക്ക് 5 വയസ്സായതിന് ശേഷം മതി അടുത്ത ആൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ പ്ലാനിങ് നമ്മൾ വീടിൻ്റെ പണി കാരണം നീണ്ട് ആലിക്ക് 7 വയസ്സായപ്പോൾ അസ്ബ വന്നു. 2022 അസ്ബ വരുന്നത്. അസ്ബാനെ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരെ ഫൽക്ക് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ കൂടിയ പാടെ ഞാൻ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ 8ാം മാസം ആയപ്പോഴാണ് ആൾ തിരിച്ചു പോകുന്നത്. അതുവരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിനെ. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപവാദങ്ങളുടെ ലിസ്റ്റ് എനിക്ക് ഒന്ന് പറയാനുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞുതരാം. ഇതെന്തുകൊണ്ടാണ് ഇത്രയും പറയാൻ കാരണം എന്ന്. അങ്ങനെ ഫൽക്ക് തിരിച്ചുപോയി ഷിഫയിലോട്ടേക്കാണ് പോയത്. പക്ഷെ അവിടെ ജോലി ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഒന്നാമത് കൊറോണ സമയം എല്ലാവരുടെയും ഡൗൺ ആയി. അവിടെ അവർക്ക് ഷോപ്പിൽ വർക്കെല്ലാം കുറഞ്ഞ്. അപ്പോൾ അവിടെ പോയൊരു മാസത്തോളം റൂമിൽ തന്നെ ഇരുന്നിട്ടുണ്ടായി. ആ സമയത്തും ഞാൻ നല്ലപോലെ ആളെ മെൻ്റലി നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ട് ഫിനാൻഷ്യലി ആയാലും ഞാൻ നാട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, ടെൻഷൻ ആവേണ്ട, അവിടെ ഇരുന്ന് ജോലിക്ക് നോക്കി. അപ്പം ചെറിയ ജോലി കിട്ടുമ്പോൾ പോലും എന്നോട് ചോദിക്കും ഞാൻ പോട്ടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ സമ്മതിക്കില്ല, വേണ്ട വെയിറ്റ് ചെയ്യ്, നല്ല ജോലി വരും. ഇപ്പോൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെ ചിലവും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്, വേറെ പ്രശ്നം നമുക്ക് വലിയ ചിലവുകളും ഇല്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയിട്ടാണ് ഫൽക്ക് ഇപ്പം ലാസ്റ്റ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തോട്ടേക്ക് എത്തുന്നത്. ഒലയിലോട്ടേക്ക് എത്തി. അവിടെ നല്ലൊരു ഫാമിലീൻ്റെ അടുത്താണ് ഫൽക്ക് ഉണ്ടായിരുന്നത്. അവിടെ വർക്ക് ചെയ്ത് അവിടെ 1 വർഷം വർക്ക് ചെയ്തിട്ട് 40 ദിവസത്തെ ലീവിനാണ് നാട്ടിലോട്ടേക്ക് വരുന്നത്. ഈ 40 ദിവസത്തെ ലീവിന് തന്നെ നാട്ടിൽ വരുന്നത് ഞാൻ അത്ര അടി ഉണ്ടാക്കിയിട്ടാണ് നാട്ടിലോട്ടേക്ക് വരുന്നത്. കാരണം വെച്ചാൽ അപ്പത്തേനും അസ്ബ ജനിച്ച് അസ്ബാക്ക് 1 വയസ്സ് കഴിഞ്ഞ്. അസ്ബാൻ്റെ ബർത്ത്ഡേ പോലും ഞാൻ ആഘോഷിച്ചിട്ടില്ല. ഏപ്രിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അസ്ബാൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുന്നത് പറഞ്ഞാൽ ജൂലൈയിലാണ്, ആലീൻ്റെ ബർത്ത്ഡേൻ്റെ കൂടെ. കാരണം ഞാൻ പാലക്കാടുള്ള ഒരു ഇതായിരുന്നു. കാരണം അസ്ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയയിലോട്ടേക്ക് ഞാൻ അസ്ബോനെ എടുത്തിട്ടാണ് പോകുന്നത്. അതിനിടയിൽ ഞാൻ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെ പറയാനുള്ളതാണ്, നമ്മൾ പെൺപിള്ളേർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏകദേശം ജോലി ചെയ്തു മടുത്ത്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഫൽക്കാട് പറഞ്ഞു ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല, കുറച്ച് നാൾ എനിക്ക് റെസ്റ്റ് വേണം, ഇനി വീടായി നമ്മൾ കുഴപ്പമില്ലാണ്ട് നിൽക്കുകയാണല്ലോ. അപ്പം മൂപ്പര് പറഞ്ഞു എന്നാൽ ഓക്കെ നീ പോകണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഒന്നിനും എന്നെ ഇതാക്കൂല കേട്ടോ. എനിക്കിത് ചെയ്യണം വൽക്കാന്ന് പറഞ്ഞാൽ ഓക്കെ ചെയ്തു, എനിക്ക് ഇന്നത് പഠിക്കണം, പഠിച്ചു, അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. പിന്നെ ഇനി അഥവാ മൂപ്പർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മൂപ്പർക്ക് അത് ഇഷ്ടമല്ലാന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ രണ്ടാമത് ആ കാര്യം ചോദിക്കൂല. കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിനും വിടുന്ന ഒരാൾ വേറൊരു കാര്യം ചെയ്യണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യൂല. ഞാൻ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വോമിറ്റിങ്ങും കാര്യങ്ങളും കാരണം കണിച്ചാറ് പോകുന്നത് തന്നെ ഞാൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോംപ്ലിക്കേഷനുള്ള പ്രഗ്നൻസിയായിരുന്നു. അത് ഞാൻ ബാക്ക് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ പോക്ക് ഏകദേശം ഡ്രോപ്പാക്കി നിൽക്കുന്ന സമയത്താണ് ഇവരുടെ എക്സാം വരുന്നത്, അക്ഷയൻ്റെ എക്സാം വരുന്നത്. ഞാനങ്ങനെ എക്സാം എഴുതി നോക്കുമ്പം ഞാൻ എക്സാമിന് പാസ്സായി. അപ്പം പാസ്സായ ആൾക്കാരെ മാത്രമേ ഫൈനൽ ഇൻ്റർവ്യൂവിലോട്ടേക്ക് വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ജോലി വേണ്ടാന്ന് വെച്ച് ഞാൻ വിചാരിച്ച് മതി, എന്തെങ്കിലും എഴുതാം, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിക്ക് 8ാം മാസം പ്രഗ്നൻ്റ് ആയി ഞാൻ പോയിട്ട് അതും നിങ്ങളുടെ നാട്ടിൽ ശ്രീകണ്ഠപുരത്ത് വന്നിട്ട് എക്സാം എഴുതി. ശ്രീകണ്ഠപുരത്ത് തളിപ്പറമ്പ് അങ്ങനെ എന്തോ വന്നിട്ട് എക്സാം എഴുതി. അപ്പോൾ എക്സാമിൽ ഞാൻ പാസ്സായി. പിന്നെ അതിൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടാവുക. അപ്പോഴത്തേന് അതിന് ഞാൻ കുറേ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിക്കുകയും ചെയ്തു, ഞാനിപ്പം ഡെലിവറി ആവാനായി, ഇനിയിപ്പോൾ അടുത്തെങ്ങാനും എക്സാം ഉണ്ടാവുമെന്ന് ചോദിച്ച്. കറക്റ്റ് അസ്ബുവിനെ പ്രസവിച്ച കിടക്കുമ്പോഴാണ് എക്സാം വരുന്നത്. ഞാൻ ഓളെ എടുത്തിട്ട് പോയി, എക്സാമിന് പോയി. കാരണം ഇൻ്റർവ്യൂവിന് പോയി. കാരണം എക്സാമിന് പാസ്സാകുമ്പോൾ നമുക്കൊരു ത്വരയാണല്ലോ, ഇനി ഇൻ്റർവ്യൂ പാസ്സാകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയി. ഭാഗ്യവശാൽ പഠിച്ചവനെല്ലാം മുൻകൂട്ടി കാണുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഭാഗ്യവശാൽ ആ ഇൻ്റർവ്യൂവിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ഞാൻ വന്ന്. അപ്പം ഫൽക്കെ ഞാനും ചർച്ച ചെയ്ത സമയത്ത് ജോലി നിർത്താമെന്ന് തീരുമാനിച്ച് ഞാൻ വീണ്ടും ജോലിക്ക് പോകാന്നുള്ള ജോലിയല്ല, പിന്നെ സ്വന്തം ബിസിനസ്സായി. അപ്പം അന്ന് നമ്മളെ കയ്യിൽ വീട്ടിൽ കൂടിയത് കാരണം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ലേ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി EMI ഉണ്ട്, വീടിനുണ്ടായിരുന്നു. അപ്പം അക്ഷയക്ക് ലോൺ എടുത്തിട്ട് നമ്മൾ അക്ഷയ തുടങ്ങി.
അക്ഷയ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് 3 മാസം. ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കും പോയിട്ടുണ്ടായിരുന്നത്. അന്നെല്ലാം കൂടെ അർജുൻ ഉണ്ടായിരുന്നത്. ഫൽക്ക നാട്ടിലുണ്ടായിരുന്നില്ല. അർജുനെയും കൂട്ടി ഞാൻ ഇൻ്റർവ്യൂവിന് പോകും. അർജുൻ്റെ കയ്യിൽ കുട്ടീനെ പുറത്ത് ഏൽപ്പിക്കും. അന്ന് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ലേ. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചിരിക്കാതെ കുട്ടീനെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള രീതിക്ക് ഇരിക്കാൻ നേരത്ത് ഞാൻ ആ കുട്ടീനെയും കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പോയത്. പക്ഷെ എല്ലാവരും അതുകൊണ്ട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബാങ്കിൽ പോകുമ്പോൾ ആയാലും മാനേജർ എന്നോട് പറയുന്നു. പിന്നെ അതുപോലെ ഞാൻ അക്ഷയക്ക് വേണ്ടിയിട്ട് റൂം എടുക്കുമ്പോൾ അവരെന്നോട് പറയുന്നു പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം എന്നുള്ളത് പറയുന്നു. പക്ഷേ അൽഹംദുലില്ലാ അന്ന് ഞാൻ ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഫൽക്ക പോയതിന് ശേഷം ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. തീരെ ആരും ഇല്ല എന്നൊന്നും പറയില്ല. ഫൽക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് സഹായിച്ചുകൊണ്ട് പക്ഷെ അവരെല്ലാം ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥാപനം അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ കുട്ടി അക്ഷയയിലോട്ടേക്ക് ഞാൻ അവളെ എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ തൊട്ടിൽ ഉറക്കി കിടത്തും. അവൾ എണീക്കുന്ന സമയത്ത് അക്ഷയയിൽ വരുന്ന ആൾക്കാർ അവളെടുത്ത് നടക്കും. അപ്പോൾ ഈ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവൾ ആണുങ്ങളുടെ അടുത്ത് മാത്രമേ പോവുള്ളൂ. പെണ്ണുങ്ങളുടെ അടുത്താൽ പോവില്ല. അപ്പം എനിക്കിങ്ങനെ സങ്കടമാവും. വാപ്പ ഉണ്ടായിട്ട് ആ കുട്ടി പുറത്തുള്ള ആൾക്കാരുടെ അടുത്താണല്ലോ ഇതാകുന്നതെന്ന് പറഞ്ഞ് ഞാനും ഫൽക്കയും തമ്മിൽ എന്നും ഞാനിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. നാട്ടിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലോട്ടേക്ക് തിരിച്ച് വന്നിട്ട് 40 ദിവസം മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അന്നും കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ജോലിക്ക് പോവും, ഫൽക്ക കുട്ടിനെ നോക്കി വീട്ടിലിരിക്കും. പക്ഷെ നമ്മൾ എന്നാലും കുട്ടിക്ക് വാപ്പാനെ കിട്ടുന്നുണ്ടല്ലോ. അതന്നെ എൻ്റെ മെയിൻ കൺസേൺ അതായിരുന്നു. കുട്ടിയും വാപ്പയും തമ്മിൽ ആ ഒരു ബോണ്ട് ഉണ്ടാവണം എന്നുള്ളത്. അപ്പം ഇവർ എന്ത് ചെയ്യും, രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാകുമ്പോൾ എടുത്തിട്ട് ഒന്നെങ്കിൽ എൻ്റെ അടുത്തോട്ടേക്ക് വരും. പാൽ കുടിക്കുന്ന കുട്ടിയാണ്ട് എൻ്റെ അടുത്തോട്ടേക്ക് വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഫൽക്ക എടുത്ത് നടക്കും. അപ്പോൾ ആ ഒരു 40 ദിവസം അവർ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടായി. പക്ഷേ ആ 40 ദിവസം മാത്രമേ അവർ തമ്മിൽ ബോണ്ട് ഉണ്ടായിട്ടുള്ളൂ. എന്നുവെച്ചാൽ ആ 40 ദിവസം കഴിഞ്ഞ് ഫൽക്ക തിരിച്ചു പോയി. ഓഗസ്റ്റ് 15 തിരിച്ചു പോകുന്നത്. സെപ്റ്റംബർ 13 തീയതിയാണ് ഫൽക്ക സൗദിയിൽ വെച്ചിട്ട് മരിച്ചതാണ്. അപ്പം ഞാൻ സ്റ്റോറിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരോട് ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് വെച്ചപ്പം മരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം എങ്ങനെയാണ് മരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റമീസ് ഖാൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന 2 ആൾക്കാരാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞില്ല ഭയങ്കര സിമിലാരിറ്റിയാണ് നമ്മുടെ കാര്യത്തിൽ. എങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അക്ഷയയിൽ കുറച്ച് നേരം ഞാൻ ഫ്രീ ആണെങ്കിൽ കുഞ്ഞു മോളും കൂടിയാണല്ലോ. അപ്പം ഒരു 5 മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ ഫൽക്കാൻ അങ്ങോട്ടേക്ക് വിളിക്കും, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടേക്ക് വിളിക്കും. അപ്പം നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 ആൾക്കാരാണ്. അത് നമ്മളറിയുന്ന എല്ലാ ആൾക്കാർക്കും അറിയാൻ വേണ്ടി പറ്റും. ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും സൗമ്യേച്ചിക്കായാലും. സൗമ്യേച്ചിയെല്ലാം നമ്മൾ അവിടെ വന്നിട്ട് സൗമ്യേച്ചിയുണ്ട്, മഞ്ഞയുണ്ട്, ഇവരെല്ലാം എൻ്റെ സ്റ്റാഫായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം അറിയാം നമ്മൾ തമ്മിലുള്ള ബോണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പം തിരിച്ചു പോയി ഇതേപോലെ എല്ലാ ദിവസവും രാവിലെ ഫൽക്ക അവിടെയുള്ള 2 കുട്ടികളുണ്ട്. അവരെ ഒലയിലോട്ടേക്ക് ഞാൻ ഫാമിലീൻ്റെ അടുത്താണ് പോയെന്നല്ല, അവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ കുട്ടികളെ മദ്രസയിൽ വിട്ടിട്ട് തിരിച്ചു വന്നിട്ട് റൂമിൽ കയറുന്നത് വരെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ നോക്കുന്ന ആൻറ്റി മൂപ്പര് ഒന്നിച്ചിട്ടുണ്ടായിരുന്നത്. റൂമിൽ കയറിയ സമയത്ത് ഒരു പൊട്ടിത്തെറീൻ്റെ സൗണ്ടാണ് കേട്ടതെന്ന് പറഞ്ഞ് CCTVയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല, ഞാൻ ഭയങ്കര ബോൾഡാ. അത് കഴിഞ്ഞിട്ട് റൂമിൽ കയറിയ സമയത്ത് പൊട്ടുന്ന സൗണ്ട് കേട്ടുന്നുണ്ട്. അപ്പം ഗ്യാസ് സിലിണ്ടർ പൊട്ടുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. പക്ഷെ പിന്നെ എനിക്കറിയാൻ വേണ്ടി പറ്റി സിലിണ്ടർ ഒന്നും പൊട്ടിയിട്ടില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഫൽഖാൻ്റെ ഒരു ചെറിയ റൂമേനു. രാവിലെ പോകുന്ന സമയത്ത് എന്തോ ഗ്യാസ് ഓണാക്കി ഇട്ടതോ മറ്റോ ആണെന്ന് തോന്നുന്നു. തിരിച്ചു വന്ന സമയത്ത് വന്നിട്ട് ആള് ഡോറ് ലോക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനോ മറ്റോ ഇരുന്നതാണ്. അങ്ങനെ എന്തോ സംഭവമാണ്. പോയി ആളുടെ വാച്ചും കാര്യങ്ങളും മൊബൈലൊക്കെ മാറ്റി ജനലിൻ്റെ സൈഡിലോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കാരണം അതൊക്കെ പിന്നെ എനിക്ക് തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. കാരണം ചെറിയ റൂമിനകത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഈ സെപ്റ്റംബർ 13 തീയതി ഞാൻ അക്ഷയ പോകുന്ന സമയത്ത് പൊതുവേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വണ്ടി കയറുമ്പോൾ മൂപ്പരെ വിളിക്കും.
ഞാൻ അന്ന് വിളിച്ചിട്ടില്ലേ. ഞാൻ വിളിക്കാത്തതിന് കാരണം പറഞ്ഞാൽ ഹസ്ബൂനൊന്ന് പാമ്പേഴ്സ് ഇല്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങി ഇട്ട് കൊടുത്തിട്ട് വിളിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ ലേറ്റായിട്ട് പോകുന്ന കാരണം ഞാൻ ഇനി എന്തായാലും ഫ്രീ ആയിട്ട് വിളിക്കാം. അപ്പോഴത്തേക്കും ഞാൻ അക്ഷയയിൽ ക്യാമറ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ലപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. ആധാറിൻ്റെ അപ്ഡേഷൻ തുടങ്ങിയ സമയം. അപ്പം ഞാൻ നേരെ സെൻറ്ററിലോട്ടേക്ക് പോയി. ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരെ സൗമ്യേച്ചിൻ്റെ അടുത്ത് ഹസ്ബൂനെ കൊടുത്ത്. അപ്പം അന്ന് ആദ്യമായിട്ട് ഹസ്ബു സ്വന്തമായിട്ട് നടന്ന് സ്റ്റെപ്പ് ഇങ്ങനെ കയറി. അക്ഷയ മേലയിലെ നിലയിലാണ് വരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് കയറുമ്പോൾ ഞാൻ അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടാണ് കയറി പോകുന്നത്. കാരണം വെച്ചാൽ ഫൽക്കാക്ക് അയച്ചു കൊടുക്കണം. ഇവൾ ആദ്യമായിട്ട് നടക്കുമ്പോൾ നമുക്കൊരു രസമല്ലേ കുട്ടികൾ ഫസ്റ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്ത വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഫൽക്ക് ഇത്ര നേരമായിട്ടും വിളിക്കാത്തതെന്നുള്ള ചിന്ത വരുന്നുണ്ട്. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ 2-3 ആധാർ ചെയ്ത്. ആ ചെയ്ത സമയത്ത് എനിക്ക് സൗദി നമ്പറിൽ നിന്നൊരു കോൾ വന്നേ. കോള് വരുന്ന സമയത്ത് ഞാൻ ഈ അൺനോൺ നമ്പേഴ്സ് എടുക്കൂല. അത് അന്നും എടുക്കൂല, ഇപ്പോൾ എടുക്കൂല. വളരെ റെയറായിട്ടുണ്ട്. നല്ല മൂഡാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രൂ കോളറിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഫൽക്കാൻ്റെ എന്തെങ്കിലും നെറ്റെങ്ങാനും തീർന്നായിരിക്കും, അവരാരെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും എന്ന് കരുതി ഞാൻ ഫോൺ എടുത്ത്. അപ്പം ഊഹം ശരി തന്നെയും ഫൽക്കിനെയും വിളിച്ചത്. ഫൽക്ക് വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഫൽക്ക് എന്നെ പണിച്ചീന്നാണ് വിളിക്കുക. അവനോട് പറഞ്ഞ് പണിച്ചി എന്നെ പൊള്ളിയിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുവന്നിട്ടാ ഉള്ളതെന്ന് പറഞ്ഞ്. അപ്പം ഫൽക്കാൻ്റെ നോർമൽ സൗണ്ട്, ഒരു വ്യത്യാസവും ഇല്ല, നോർമൽ സൗണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് പൊള്ളിയത്? അപ്പോൾ എനിക്ക് മൂപ്പര് ശ്രദ്ധിക്കാണ്ട് ചെയ്തല്ലേ എന്നുള്ളൊരു ദേഷ്യമാണ് പെട്ടെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നെ പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടാ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തോ വെള്ളം എങ്ങാനും മേത്തോട്ടേക്ക് മറിഞ്ഞ് അപ്പം അങ്ങനെ പൊള്ളിയെന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നേഴ്സിൻ്റെ അടുത്ത് കൊടുക്കാൻ നീ ചോദിക്കുകയെന്ന് പറഞ്ഞു. അപ്പം നേഴ്സിൻ്റെ അടുത്ത് കൊടുത്തു. ഒരു മലയാളി നേഴ്സേനു. അപ്പം മൂപ്പര് എന്നോട് സംസാരിച്ചു. ആരാന്നും ചോദിച്ചില്ല. അപ്പം തന്നെ എനിക്ക് പേടിയായേ. ഞാൻ അക്ഷയയിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ട് ഫോണിൽ നിന്ന് സംസാരിക്കാം. അപ്പം പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ നേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ആളാരാന്നും നമുക്കറിയില്ല, അവിടെ എങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ ആംബുലൻസിൽ അവരെ മാത്രം കൊണ്ടുപോകണം. അപ്പം അപ്പം ഫൽക്ക മാത്രമേ അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഫൽക്കാട് നാട്ടിലോട്ടേക്ക് ആരെങ്കിലും വിളിക്കണമെന്ന് ചോദിച്ചപ്പം ആരെങ്കിലും നമ്പർ അറിയുമെന്ന് ചോദിച്ചപ്പം ആൾക്ക് ബൈഹാർട്ടായിട്ട് എൻ്റെ നമ്പറേ അറിയുള്ളൂ. അപ്പം എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. അതും അല്ലെങ്കിലില്ലേ ഫൽക്കാക്ക് ഭയങ്കര വിശ്വാസമാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്യും, ഞാൻ ഭയങ്കര ഇതാക്കി നിൽക്കും എന്നുള്ളൊരു വിശ്വാസം. അപ്പം പെട്ടെന്ന് എൻ്റെ നമ്പറാണ് കൊടുത്തേ. എന്നെ വിളിച്ചു. അതും അൽഹംദുലില്ലാ നമുക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റി. അപ്പം മൂപ്പര് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ പേടിയൊന്നുമില്ലേ. അപ്പം ഇതിനു മുമ്പേ ഇക്കാക്കാൻ്റെ വൈഫ് ഇങ്ങനെ മരിച്ചത് കാരണം പൊള്ളലിനെ കുറിച്ചിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഒരു 5 ദിവസം ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഞാൻ ആ പൊള്ളലിനെ കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേഴ്സിനോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പം എന്നോടെന്താ പറയുക പറഞ്ഞേ, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് പൊള്ളിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു എനിക്ക് ചെവി കേൾക്കുന്നില്ല, കണ്ണും കാണുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പം ഞാനിങ്ങനെ ചൂടുകളെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ ചെവി കേൾക്കാണ്ട് കണ്ണ് കാണാണ്ട് നിൽക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം നേഴ്സ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് നല്ലപോലെ പൊള്ളലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ചേച്ചി അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആളിങ്ങനെ ചെവി കേൾക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ മുഖത്ത് പൊള്ളലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇവർ നമ്മളോട് പറയാനുള്ള മടി കൊണ്ടാണോ എന്നറിയില്ല, ഇവർ കുറച്ചുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പൊള്ളിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കറിയില്ല, കാരണം കൂടെ ആരും എത്തിയിട്ടില്ല. അപ്പം എനിക്ക് ഞാൻ പിന്നെ ചോദിച്ചു എത്ര പെർസെൻറ്റേജ് ബേൺ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഇവരെന്നോട് പൂർണ്ണമായിട്ട് പറയുന്നില്ല, എന്നാൽ നമ്മൾ ചോദിക്കുന്നതിന് അവർക്ക് മറുപടി തന്നല്ലേ പറ്റുള്ളൂ, ഹോസ്പിറ്റലല്ലേ. അപ്പം പറഞ്ഞ് പിന്നെ ഡോക്ടറോട് ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ ഒരു 50% മേലെ ഉണ്ട് എന്ന് പറഞ്ഞേ. അപ്പം തന്നെ എനിക്ക് വർക്കാൻ തുടങ്ങിയേ 50%. കാരണം വെച്ചാൽ ഞാൻ ഇക്കാക്കാൻ്റെ വൈഫിൻ്റെ കൂടെ നിന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്നാലും ഒരു പ്രതീക്ഷയുണ്ട്. 70% മേലെല്ലാം വന്നു കഴിഞ്ഞാൽ ആൾ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടൂല, കിട്ടിയിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 50% എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. അപ്പം ഞാൻ പിന്നെയും അപ്പോഴും ഞാൻ ധൈര്യം എടുത്തിട്ട് പറയുന്നത് വെച്ചാൽ ഒരു കാര്യം ചെയ്യും, ഫോൺ ഒന്ന് അവരുടെ അടുത്ത് കൊടുക്ക്. ആൾ വെറുതെ ടെൻഷൻ, കാരണം ഫലത്തെ ചെറിയ കാര്യത്തിന് ടെൻഷനാവുന്ന ആളാണ്. എന്നാൽ ഫോൺ കൊടുക്ക്, ഞാൻ സംസാരിക്കാം, പിന്നെ ഞാൻ ആളെ സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേന് ഫോൺ കൊടുക്കാൻ വേണ്ടി നോക്കും പറഞ്ഞു അയ്യോ ചേച്ചി സെഡേഷനിലോട്ടേക്ക് പോയല്ലോ, ആൾക്ക് മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ലേ. അവൾക്ക് അപ്പോൾ ആ സെഡേഷനിലോട്ടേക്ക് പോയതാണ്, പിന്നെ ആരോടും സംസാരിച്ചിട്ടുണ്ടായില്ല.
അവിടുന്ന് ഞാൻ ഫോണ് വെച്ചു. നേഴ്സ് എന്നോട് പറഞ്ഞു, "എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചി എൻ്റെ നമ്പറിലോട്ടേക്ക് വിളിച്ചോ. ഇത് ഡോക്ടറെ നമ്പറാന്ന്" പറഞ്ഞ് എനിക്ക് നമ്പർ തന്ന്. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവിടുന്ന് ഞാന് അപ്പം തന്നെ ഞാൻ അക്ഷയൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിപ്പോയി. ഏച്ചിനോട് കാര്യം പറഞ്ഞു. അപ്പം അന്ന് ഈ ആധാർ എടുക്കുന്ന ഓപ്പറേറ്റർ ഞാൻ മാത്രമേ സെൻറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഏച്ചിനോട് പറഞ്ഞു, ഇവരോട് ഒന്ന് പറഞ്ഞു. അവർ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഫൽക്കാക്ക് പൊള്ളീന്ന് പറയുന്നുണ്ട്. എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി. പിന്നെ വണ്ടിയിലോട്ടേക്ക് വന്നിരുന്നു. വണ്ടി അടുത്തുള്ളൊരു വീട്ടിലാക്കി. അവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കി കോളെല്ലാം ചെയ്യുന്നത്. അല്ല, അവിടെ തന്നെ പുറത്ത് നിന്നിട്ട് തന്നെ ഷിഫയിലുള്ള ആൾക്കാരെ മാത്രമേ എനിക്ക് കോൺടാക്റ്റ് ഉള്ളൂ. പുതിയ സ്ഥലത്തുള്ള ആരും എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഷിഫയിലുള്ള 2 ആൾക്കാരെ ഭർത്താക്കന്മാർ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് അവരെ രണ്ടുപേരെയും നമ്പർ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ അവരെ വിളിച്ചിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഒരാളെ വൈഫ് ഫോൺ എടുത്ത്, അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്, ഫൽക്ക് എന്നെ വിളിച്ചത്, അപ്പോൾ ഇത്രയും പൊള്ളലുണ്ട് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് പോയി നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും എൻ്റെ തൊണ്ടയെല്ലാം ഇടറാൻ തുടങ്ങി ഞാൻ. കാരണം ടെൻഷനായി. കാരണം 50% കേട്ടല്ലോ. അത് കഴിഞ്ഞ് വണ്ടിയിൽ വന്നിരുന്നിട്ട് ഞാൻ പിന്നെ ഫൽക്കാൻ്റെ അനിയന്മാരെ വിളിച്ച്. എല്ലാവരും ഉറങ്ങുന്ന സമയമായിരിക്കും, കാരണം രാവിലെയാണ്, 10 മണിക്ക് ശേഷം. പക്ഷെ എന്നാലും ഗൾഫിലെല്ലാവരും ഷോപ്പിലെല്ലാം പോകാൻ ഇറങ്ങുന്ന സമയം, അങ്ങനെ ആവുന്നല്ലേ ഉള്ളൂ. അങ്ങനെ അനിയന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു. പക്ഷെ അനിയന്മാരെല്ലാം വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ കരച്ചിൽ തുടങ്ങിയേ. കാരണം വെച്ചാൽ നമുക്ക് നമ്മൾ പോയിട്ട് അങ്ങനെ ക്ലോസ് അയക്കുന്നവരോട് പെട്ടെന്ന് നമ്മൾ കരയുമല്ലോ. പിന്നെ ഗ്രൂപ്പിൽ ഞാൻ മഹസി യാസ്മയിലെ ഗ്രൂപ്പിലും ഞാൻ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചേടാ, ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ സംഭവിച്ചതെന്നും അറിയില്ല എന്നിട്ട്. കാരണം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മാക്സിമം ആൾക്കാരെ അറിയിക്കുക, ഫൽക്കാനത്തേക്ക് ആൾക്കാരെത്തിക്കുക, ഫൽക്കാക്ക് എന്താ പറ്റിയെന്ന് സേഫ് ആക്കുക, കൂടെ ഒരാളില്ലാണ്ട് ഒറ്റയ്ക്കായി പോകണ്ട എന്നുള്ള ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ അനിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ഉപ്പാൻ്റെ അനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ. അപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് അവിടെ എത്തിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് മൂപ്പരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിന്നോട് ആരും ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ അവിടുന്ന് ഫൽക്ക പോയ ഹോസ്പിറ്റലിൽ നേഴ്സാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിൻ്റെ അടുത്ത് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് നേഴ്സ് തന്ന നമ്പർ ഉണ്ടല്ലോ. ഞാൻ മൂപ്പർക്ക് നമ്പർ കൊടുത്ത് 50% ഒന്നും ഉണ്ടാവില്ല, എനിക്ക് കേട്ടത് മാറിപ്പോയതായിരിക്കും, 15 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ആശ്വാസമായി, എനിക്ക് 15 ആയിരിക്കും. പക്ഷേ അവിടെ നിന്ന് കുറേ കരഞ്ഞിട്ട് കുറച്ചുകൊണ്ട് കാരണം കുറച്ചോനെ ഒന്നും വരുത്തിക്കല്ലേ എന്ന് ദുആ ചെയ്ത്. കാരണം വെച്ചാൽ എൻ്റെ 2 മക്കളെ വാപ്പയാണല്ലോ. നമ്മൾ എന്ന് പറഞ്ഞാൽ ഫൽക്കാന്ന് പറഞ്ഞൊരു നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടറിയില്ലേ, അത്രയും പാവം പിടിച്ചൊരു മനുഷ്യനാണ്. പിന്നെ ആരെയും ഉപദ്രവിക്കാൻ പോകില്ല, ആരെയും ഒന്നിനും പോകില്ല. അടി ഉണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും കാണിക്കുന്നത് എൻ്റെ അടുത്ത് മാത്രമാണ്. അത് നമ്മളിടയിൽ തന്നെ തീരുകയും ചെയ്യും. പുറത്തൊരാൾക്ക് ഫലിൻ്റെ മോശം എന്താ പറയുക ഒരു ഫേസ് കാണേണ്ടി കണ്ടിട്ടുണ്ടാവില്ല ആരും. കാരണം അങ്ങനെ അത്രയും നിഷ്കളങ്കനായൊരു മനുഷ്യനാണ്. അപ്പം അവിടുന്ന് ഞാൻ തിരിച്ചിട്ട് വീട്ടിലോട്ടേക്ക് വരികയാണ്. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഫൽക്ക സൗദിയിലാണെന്ന് എനിക്കറിയാം. ഞാൻ വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാക്സിമം അറിയിക്കാൻ പറ്റുന്നവരെ മൊത്തം അറിയിച്ച് അവിടുന്ന് വീട്ടിൽ വരുമ്പോഴത്തേന് ഞാൻ ടൗണിൽ നിന്ന് പെട്രോൾ അടിച്ചു. വണ്ടിയിൽ പെട്രോൾ കുറവേനേ. അപ്പോൾ പെട്രോൾ അടിച്ച് ഫുൾ ടാങ്ക് ആക്കി. എന്തിനെന്ന് എനിക്കറിയില്ല. ഫൽക്ക സൗദിയിലുള്ളത്. പക്ഷെ ആ വെപ്രാളത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലേ. എനിക്കെന്തെല്ലോ ചെയ്യാനുണ്ട്, എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത്, ഇനി ഫൽക്കാനെ നോക്കൽ എൻ്റെ കാര്യമാണെന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അനിയനിങ്ങനെ പറയുന്നുണ്ട്, നാസിനി വണ്ടി സൂക്ഷിച്ചിട്ട് ഓടിക്കണം, ടെൻഷൻ അടിച്ചിട്ടൊന്നും പോകണ്ട, ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൈച്ചു ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കണം. ഇവരെല്ലാവരും അൻസുവെല്ലാം ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവരെല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേന് ഇവിടെ അർജുൻ മഹസിയും വന്നിട്ടുണ്ടേനു. അവരെ കാണുമ്പോഴത്തേക്കൊക്കെ ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് പോയി. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോഴത്തേക്ക് താഴത്തുനിന്ന് ഉമ്മ വന്ന്, ഫൽക്കാൻ്റെ ഉമ്മ വന്ന്, ഉമ്മാൻ്റെ മുമ്പിൽ അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ബോൾഡായി. എൻ്റെ ഒരു പ്രത്യേകത അതാ. പിന്നെ ഞാൻ എത്ര ഡൗൺ ആണെങ്കിലും മറ്റുള്ളവരെ ഞാൻ മാക്സിമം താങ്ങി നിർത്താൻ വേണ്ടി നോക്കും. അപ്പോൾ ഉമ്മാനെ കണ്ട ഉമ്മ എന്താ മോനിക്ക് എന്നാ പറ്റിയെന്നെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ഉമ്മ, കുഴപ്പമൊന്നുമില്ല, എന്തോ പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉമ്മാനെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ട്. പിന്നെ അപ്പോഴത്തേന് ഇതെല്ലാവരും അറിഞ്ഞ് എല്ലാവരും ഇതാക്കി. ആ വീട് നിറച്ച് ആൾ നിറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി.
ഞാൻ ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്കൊന്നും പറ്റിയിട്ടൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനൊരു ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ സമാധാനിപ്പിക്കാനാണെങ്കിൽ പോലും വീടുകളിൽ പോകാൻ പാടില്ല. കാരണം വെച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കും. കാരണം വെച്ചാൽ ഫൽക്ക് 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് പോയിട്ടുണ്ടായത്. പക്ഷെ ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ ഉരുകി പണ്ടറടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൾക്കെന്തോ സംഭവിച്ചെന്നുള്ളതല്ലേ. അപ്പം പിന്നെ ആൾക്കാരിങ്ങനെ വരുന്ന് സമാധാനിപ്പിക്കുന്നു. ടെൻഷൻ ആവണ്ടാന്ന് പറയുന്നത്. ടെൻഷൻ ആവണ്ടാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ എന്നോടിങ്ങനെ പറയുന്നത്. ആൾക്കാർ നല്ല വിചാരിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ മനസ്സിൽ ആ സമയത്ത് ഒരുപാട് ചിന്തകളുണ്ടാവും. ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ടാവും. പിന്നെ ഞാനൊരു 15% മേലെ പിടിച്ച് നിന്ന് പടച്ചവനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് ആലി സ്കൂളിൽ പോയിട്ടുണ്ടായി. അപ്പം ആലി വരുമ്പോഴത്തേനും വീട്ടിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് എന്നോടിങ്ങനെ ചോദിച്ച്. അപ്പോൾ ആലീനെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും പോയി. ഞാൻ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഉമ്മാനെ ഇങ്ങനെ കുറേ വിളിക്കണ്ടേനും ഉമ്മാനെ കിട്ടുന്നില്ല. ഉമ്മ എവിടെയോ പോയിട്ട് ഉമ്മാനെ കിട്ടുന്നില്ല. അപ്പം പിന്നെ ഉമ്മ തിരിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഉമ്മാനെ കുറേ ചീത്ത പറഞ്ഞു. ഉമ്മ ഞാൻ എത്ര നേരം നിങ്ങൾ വിളിക്കുന്നത്, പിന്നെ ഫൽക്കാക്ക് ഉണ്ടോലും പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കരച്ചിലേനു. അപ്പോഴത്തേന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉമ്മ വന്ന് ആരൊക്കെയോ വീട്ടിൽ വന്ന്, ഞാൻ ഡെയിലി ഇങ്ങനെ പോകുന്ന കണ്ട് വീടെല്ലാം കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് വീട് ക്ലീൻ ആക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത വരും. എത്ര ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചിന്ത വരും. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ബോൾഡായിട്ട് നിന്നിട്ട്, ഞാൻ കരയാനൊന്നും നിന്നിട്ടില്ല. ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക എന്നല്ലാണ്ട് കരയുകയോ ഒച്ചപ്പാടുണ്ടാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓരോരുത്തർ വരുമ്പില്ലേ, നമുക്ക് നമ്മളുമായിട്ട് ഇങ്ങനെ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ നമ്മളെ ഇമോഷൻസ് പുറത്തു വരാൻ വേണ്ടി തുടങ്ങും. അപ്പം ഇവരെല്ലാം വന്നപ്പോൾ പിന്നെ കരച്ചിൽ തുടങ്ങി. എൻ്റെ കരച്ചിലാണെങ്കിൽ ഇവർ കരയും. അങ്ങനെ മൊത്തത്തിലിത്. അപ്പം അപ്പം ഞാൻ ഈ നേഴ്സിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടല്ലോ. പറയാ നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരാൾ എന്നുള്ള രീതിക്ക് എനിക്ക് മൂപ്പര് മാത്രം ഉണ്ടായിരുന്നില്ലേ. ബാക്കി ആര് പറയും എനിക്ക് വിശ്വാസമില്ല. കാരണം വെച്ചാൽ എല്ലാവരും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുമല്ലോ. അപ്പോൾ ഇവർ ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തുണ്ടെങ്കിൽ എന്നോട് സത്യം മാത്രം പറയണം. കാരണം വൾക്ക് എന്നോട് ഉള്ള പോലെ പറയേ. കളവ് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഫുള്ള് നിങ്ങൾ തകർക്കരുത് പറയണമെന്ന് പറയണ്ടേ. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഉറപ്പിച്ച് പറയും, ഇല്ല നിന്നോട് നമ്മളങ്ങനെ പറയുമോ, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല ഇങ്ങനെ പറയും. ഇവരെല്ലാം മാറി മാറി നിന്ന് ഫോൺ വിളിക്കും, സംസാരിക്കും. ഇപ്പം രാവിലെ ഇല്ല, വൈകുന്നേരം മാത്രമാണെന്ന് തോന്നുന്നു അവിടെ ICUവിൻ്റെ ഉള്ളിലാള്. പിന്നെ ആൾക്കാർക്ക് കയറി കാണാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ ഞാനിങ്ങനെ കാത്ത് നിൽക്കണം. ആളെന്തെങ്കിലും അപ്ഡേഷൻസ് അറിയണമെങ്കിൽ അതുവരെ കാത്ത് നിൽക്കണം. അപ്പം ഞാൻ അതിനിടയിൽ ഇങ്ങനെ ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കും. ഓരോരുത്തർ എന്നെ സമാധാനിപ്പിക്കാൻ വിളിക്കും. ഞാൻ ആരെയും ഫോണൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും വിഷമം വന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണ്. പിന്നെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യം കൂടെ ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അന്ന് ആ സമയത്തായാലും ഓള് മാത്രമേ കൂടെ ഇരിക്കാൻ, ഞാൻ എൻ്റെ ദീദീനെയോ ഉമ്മാനെയോ ഒന്നും കൂടെ ഇരുത്തിയിട്ടുണ്ടായില്ല. മത്സ്യനെ കൂടെ ഇരുത്തിയിട്ട് ഓള് കണ്ടിട്ട് ഇങ്ങനെ സങ്കടം പറയും, കരയും. അതിനെല്ലാവർക്കും അറിയാം നമ്മളെ ബോണ്ട്. അപ്പോൾ എന്നെ കാണുന്നതിന് എല്ലാവരും കരയാൻ തുടങ്ങുന്നതിനെ. അപ്പം ഞാൻ നേഴ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അപ്പോഴത്തേക്കിന് നേഴ്സിന് തൊന്തരമായിട്ടാണ്. ഞാൻ എങ്ങനെ നമ്പർ ഷെയർ ചെയ്ത് പോയി മൂപ്പർക്ക് ജോലി പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാലും എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഇപ്പം എങ്ങനെയുണ്ട്, നമുക്ക് തിരിച്ചു കിട്ടുമോ, എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ പ്രാർത്ഥിക്ക്. ആരാന്നൊന്നും നേഴ്സിന് അപ്പോൾ മനസ്സിലായില്ല, ഒരുപാട് നമ്പറിന് വരുന്നുണ്ട്. പ്രാർത്ഥിക്ക്, പിന്നെ തിരിച്ചു കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ ചോദിച്ചു എത്ര ശതമാനം ബേൺ ഉണ്ട് എന്ന് ചോദിച്ചു വീണ്ടും. അപ്പോൾ പറഞ്ഞു 96 ആന്ന് പറഞ്ഞു. 96 കേട്ടപ്പോൾ ഞാൻ അപ്പം തന്നെ ഫോൺ കയ്യിൽ വെച്ച് എൻ്റെ റൂമിൽ ആരെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഞാനിതെന്താ കേൾക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഞെട്ടി. ഞാൻ നല്ല സൗണ്ടിലാണ് ചോദിക്കുന്നത്. അപ്പം എന്താന്ന് ചോദിച്ചു എൻ്റെ ഉമ്മ. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം എല്ലാവരും എന്നെ പറ്റിക്കാനല്ലേ, പിന്നെ ഫൽക്കാനെ ഇനി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമല്ലോ, നിങ്ങളെന്നെ പറ്റിക്കാറുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കരച്ചിൽ തുടങ്ങിയേ. അപ്പം ആർക്കും അറിയില്ല 96 ഉണ്ടെന്നുള്ളത്. പിന്നെ കുറച്ച് ആണുങ്ങന്മാർക്ക് അറിയാൻ തോന്നുന്നു, അവരാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പം അപ്പം എനിക്ക് ഏകദേശം ഉറപ്പായി എനിക്ക് തിരിച്ചിട്ടില്ല. പക്ഷെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ഗൂഗിൾ എടുത്ത് പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ 96 ഒക്കെ ബേൺ ഉണ്ടായ ആൾക്കാർ തിരിച്ചു വന്നു. അപ്പോൾ 2-3 ആൾക്കാരെ ഞാൻ കണ്ട്. പക്ഷെ ആ ആൾക്കാരെ കണ്ടാൽ അത്രയും ആളുടെ കോലേ മാറിയിട്ടുള്ള 2-3 ആൾക്കാരെയും. അപ്പം ഞാൻ എന്നാലും എനിക്ക് പ്രതീക്ഷ തിരിച്ചു കിട്ടുമായിരിക്കും എന്നുള്ളത്. കുറേ പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ
ഇക്കാക്കാൻ്റെ വൈഫ് ഇങ്ങനെ മരിച്ച സമയത്ത് ആൾക്ക് പടച്ചോനുള്ള ഒരകൽച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ തന്നെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. പിന്നെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പടച്ചോനെ ഫൽക്ക് എപ്പോൾ ഇങ്ങനെ പറയും നമ്മൾ മരിച്ചാൽ തന്നെ ചെയ്യാം, പടച്ചോനോട് ഇതാക്കണ്ടേ. അപ്പം അങ്ങനെ ഒരു പേടിയുള്ള മനുഷ്യൻ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ചെയ്യാണ്ടിരുന്ന ഇനി ഫൽക്കാക്കൊന്നും പറ്റണ്ടെന്ന് വിചാരിച്ചു ഞാൻ അപ്പാട് വേഗം പോയി ഓള് കൊടുത്ത് നിസ്കരിച്ച്. പിന്നെ അന്ന് തുടങ്ങിയ നിസ്കാരമാണ് ഞാൻ. നിസ്കാരം എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയ നിസ്കാരം കണ്ടിന്യൂ നിസ്കാരം ഓത്ത് അത് മാത്രമായി തിരിച്ചു കിട്ടണം, എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. ഞാൻ ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് ഓൾറെഡി 2 മക്കളുണ്ട്. അതിൻ്റെ അകത്ത് മൂന്നാമത്തെ ഒരാളായിട്ട് എനിക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളും. എനിക്കൊന്നും വേണ്ട, വൽക്കരണ നോക്കണ്ട, ഒന്നും ചെയ്യണ്ട. എൻ്റെ മൂന്നാമത്തെ കുട്ടിയായിട്ട് ഇങ്ങനെ തിരിച്ചു തന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ. അപ്പത്തേനും അനിയൻ നാട്ടിൽ വന്നു, അൻസ് നാട്ടിൽ വന്നു. അൻസ് ഇതിലും വലിയ ടെൻഷനുള്ള കൂട്ടത്തില്ല. അപ്പോൾ അതൊക്കെ എപ്പോൾ ഇങ്ങനെ ഇതാക്കി പറയും, ചെറുത് എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയും. അൻസിന് ഭയങ്കര ബേജാറാ, അങ്ങനെ പറയും. ഞാൻ അപ്പോൾ പിന്നെ അപ്പം ഓനെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും ബോൾഡായേ. ഉമ്മാനെ കണ്ടപ്പോൾ ബോൾഡായില്ലേ, അതുപോലെ അൻസിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ പിന്നെ വിളിച്ചിനാന്നെല്ലാം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞു. അപ്പം എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളയുണ്ട് അവിടെ, പിന്നെ ഒരു ഹമീദക്കുണ്ട്. എനിക്ക് ഹമീദക്കും ഈ ഉമ്മാൻ്റെ ആങ്ങളയും പിന്നെ മാത്രമാണ് ഇങ്ങനെ അവർ ഞാൻ കോണ്ടാക്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നു. എല്ലാവരും എന്നോട് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടേ. അപ്പോൾ ഹമീദ്ക്കാട് എന്നോട് വിളിച്ചിട്ട് സംസാരിക്കും. ഞാൻ ഇങ്ങനെ ഭയങ്കര കരച്ചിലായപ്പോൾ ഹമീദ്ക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ എന്തുണ്ടെങ്കിലും നിന്നോട് പറയും, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും ഞാൻ അതിനോട് സത്യം പറയും, എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഓൻ ICUവിലാണുള്ളത്, പിന്നെ ബേൺ ഇത്രയും ഇതുള്ളതുകൊണ്ട് അധികം നമ്മളാരും അടുത്തോട്ടേക്ക് പോകുന്നില്ല, ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞേ. ഇൻഫെക്ഷൻ ആവുന്നത് കൊണ്ട് അങ്ങനെ 16-ാം തീയതി രാവിലെ 15-ാം തീയതി രാത്രി പറഞ്ഞ് ഫൽക്കാക്ക് കുറവുണ്ട്. എല്ലാവരും ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം കുറച്ച് കുറവുണ്ട്, കണ്ണ് തുറന്നിട്ടുണ്ട്, യൂറിൻ പോയിട്ടുണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ദുആ ചെയ്യും. അപ്പത്തേന് ഫൽക്കാക്ക് കിട്ടാത്ത ദുആ ഇല്ല കേട്ടാ. ഈ 3 ദിവസം കിടന്നപ്പോൾ സകല ഭാഗത്തുനിന്നും ദുആ ഉണ്ടായിനി. പിന്നെ ഞാൻ അപ്പത്തേന് സൈക്കോളജി പഠിക്കുമ്പം കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞാനുള്ള മാക്സിമം ഗ്രൂപ്പിൽ ആ സമയത്ത് എൻ്റെ ഒരു ഇത് ചിന്തിക്കണം, ഞാൻ ഈ സകല ആൾക്കാരെയും കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണം. നമ്മൾ പറയില്ല ആരെ ദുആ പഠിച്ചോ കേൾക്കാമെന്ന് പറയാൻ പറ്റില്ലാന്ന്. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞ് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ട് ഞാനത് പറഞ്ഞ്. അപ്പം എല്ലാ ഭാഗത്തു നിന്നും എല്ലാ പള്ളിയിൽ നിന്നൊക്കെ ദുആ കിട്ടുന്നുണ്ട്. അപ്പം വീണ്ടും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു 15-ാം തീയതി രാത്രി പറഞ്ഞു ദുആ ചെയ്തോ നമുക്ക് തിരിച്ചു കിട്ടും, പ്രതീക്ഷയുണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ അറിഞ്ഞത് വെറുതെ പറഞ്ഞതാ, ഒരു സമാധാനിപ്പിക്കാൻ പറഞ്ഞതാന്നുള്ളത് മനസ്സിലായി. 16-ാം തീയതി രാവിലെ ആയപ്പോൾ പിന്നെ രാവിലെ എണീറ്റു. അപ്പോൾ കുറച്ച് ആശ്വാസമായല്ലോ. എന്നോട് ചായയെല്ലാം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ദീദിയെല്ലാം വന്നിട്ട് ചായയെല്ലാം കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്ത് പുറത്തോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളം, പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നു. എന്ന് വെച്ചാൽ എനിക്ക് ടെലിപ്പതി അറിയോ? ടെലിപ്പതിയിൽ വിശ്വാസം ഉണ്ടോ? ടെലിപ്പതി ഉണ്ട്. കാരണം എനിക്ക് ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മെയിനായിട്ട് ബൾക്കായിട്ടുള്ള ഇതിനകത്ത് എനിക്കത് ഒരുപാട് പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് പാനിക്കായി. ഇങ്ങനെ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു, കരയാൻ തോന്നുന്നു, എനിക്ക് എന്താ ചെയ്യേണ്ടത്, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ കട്ടിലിൽ കിടന്നിട്ട് ഇങ്ങനെ മറിയാണ്. അപ്പം ദീദി എന്നോട് വന്നിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് നീ പിന്നെ ഇപ്പോൾ എനിക്ക് കുറഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്, പിന്നെ ഓൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് നോക്കണ്ടേ, നീ ഇങ്ങനെ കളിച്ചെന്താ ചെയ്യുക, ചായ കുടിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഇല്ല ദീദി എനിക്ക് പറ്റുന്നില്ല, ഫൽക്കാക്ക് എന്തോ പറ്റുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. ഞാൻ പറയില്ല ഇപ്പൊ അടുത്ത പറ. പക്ഷെ എനിക്കൊന്ന് ഫൽക്ക പോകാൻ നേരത്തെ എന്നോട് യാത്ര പറഞ്ഞാൽ തോന്നുന്നു. എൻ്റെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആയില്ല, അപ്പത്തേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഉമ്മാനോട് പറഞ്ഞ്
ഉമ്മ അപ്പം കരയുന്ന കണ്ടിട്ട് അനിയൻ അപ്പത്തേനും ഫോൺ വാങ്ങി. പിന്നെ ഞാൻ അപ്പത്തേനും റൂമിൽ നിന്ന് എണീറ്റ് വന്നു. ഇവരെല്ലാം എന്നെ ഹൈഡ് ചെയ്യാൻ നോക്കുമല്ലോ. അപ്പം ഞാൻ റൂമിൽ നിന്ന് എണീറ്റ് വന്നപ്പോൾ ഇവനിങ്ങനെ വാതിലിങ്ങനെ തലയും വെച്ച് കരയാന്നാ കണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, "അനസ് എന്താ പറ്റിയത് പറ, എന്താ പറ്റിയത് പറ" എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓന് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഓനപ്പടെ താഴത്തേക്ക് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഹമീദ്ക്ക എന്നെ വിളിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞ്, "ഞാൻ നിന്നോടെല്ലാം സത്യം തന്നെ പറയൂന്ന് പറഞ്ഞതല്ലേ. പഠിച്ചു ഫസല് പഠിച്ചോൻ്റെ ഹളറത്തിലേക്ക് യാത്ര ചെയ്യുമെന്ന്" പറഞ്ഞിട്ട് എന്നോടിങ്ങനെ പറഞ്ഞ്. ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മരിക്കോളം ഞാൻ ഒരുപാട് രാത്രിയിൽ കരഞ്ഞിട്ടുള്ളത് ഹമീദ്ക്കാൻ്റെ ആ സൗണ്ടും ആ ഒരു വേർഡും ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് രാത്രി ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുന്നിട്ട്. അതുവരെ നമ്മളെ പ്രതീക്ഷ എന്നാ തിരിച്ചു വരും. സുഖമില്ലാണ്ട് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഞാൻ വന്നിട്ടാകുമ്പോൾ ഞാൻ നോക്കിക്കോളും. മിംസിലെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ വീടുണ്ടല്ലോ, വീട് വിറ്റിട്ടായാലും ചികിത്സയെല്ലാം നടത്താൻ പറ്റും. കുഴപ്പമില്ല, അങ്ങനെ നോക്കാം. പിന്നെ അപ്പം മഹ്സിൻ്റെ ഫാമിലിയിൽ, ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ അങ്ങനെ എന്തോ ഇങ്ങനെ ഒരു പെണ്ണ് വന്നിട്ട് ചികിത്സ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ആ പ്രതീക്ഷയിലെല്ലാം നിൽക്കുന്ന ഞാൻ കേൾക്കുന്നത് ഫൽക്കിനി ഒരിക്കലും എന്നെ വിളിക്കൂല, ഒരിക്കലും എന്നോട് സംസാരിക്കൂല, നമുക്കിനി ഒരിക്കലും കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു കാര്യമാണല്ലോ കേൾക്കുന്നത്. അങ്ങ് പറയെങ്കിൽ പോയത് എന്നിട്ട് തമാശ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എനിക്കും പറ്റാത്ത കാര്യം, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ചുരുക്കിക്കോ. ഇനി പറയാൻ പറ്റാത്ത കാര്യം പിന്നെ ഇനി ചുരുക്കിക്കോ മതിയല്ലോ. അപ്പം 16-ാം തീയതി മരിച്ചതിന് ശേഷം പിന്നെ സൗദി അല്ലല്ലോ, സൗദി പൗരനല്ലാത്തതുകൊണ്ട്, സ്പോൺസർ സൗദി പൗരനല്ലാത്തതുകൊണ്ടാണ് 3 ദിവസം അവിടെ ഇതിനകത്ത് മോർച്ചറിയിൽ 3 ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നോട് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ്, പിന്നെ ഫൽക്കാൻ അവിടെ തന്നെ വെക്കാം, അങ്ങനെയുള്ള കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, വേണ്ട, ഫൽക്ക ഇഷ്ടപ്പെട്ടിട്ടൊരു വീടെടുത്തില്ല, അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഓന് ഇതാക്കിയാൽ മതി, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഒരു പെട്ടെന്ന് എൻ്റെ ചിന്ത അങ്ങനെയാണ് പോയത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ 96% പൊള്ളലുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് അറിയാം. ഞാൻ എൻ്റെ ആങ്ങളുടെ ഭാര്യനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു പ്രദർശന വസ്തുവായിട്ട് വെക്കേണ്ടി വരും എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഉപ്പാനനിയനോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞ്, "നീ ഇങ്ങനെ സമ്മതിക്കണം, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, പിന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതാക്കുള്ളൂ." അപ്പം പിന്നെ ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൾഫിൽ നിന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആളെ നാട്ടിലോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു മരണമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യും, 2 എംബാം ചെയ്യും. അപ്പോൾ പലർക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ലഹരി ഉപയോഗിക്കാത്ത ഒരാൾ മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പം ഞാൻ ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒപ്പിട്ടതിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ കാരണം കുറേ ആൾക്കാർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഇതൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് ഫൽക്കാനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. കാരണം ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ 3 ദിവസം കൊണ്ടെങ്കിലും അടക്കാൻ പറ്റി ആ ഫൽക്കാനെ. സ്വസ്ഥമായിട്ട് മൂപ്പർക്കൊന്ന് കിടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറേ ദിവസങ്ങളിൽ ആ പോസ്റ്റ്മോർട്ടത്തിൽ മോർച്ചറിനകത്ത് കിടക്കേണ്ടി വരുമെന്ന് എനിക്ക് എന്തെങ്കിലും വാങ്ങുന്നുണ്ട്. അങ്ങനെ 19-ാം തീയതി ഫൽക്കാനെ മറവ് ചെയ്ത്, മറ്റുള്ള ഭാര്യമാർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. കാരണം മറവ് ചെയ്യുന്ന ലൈവായിട്ട് ഞാനിങ്ങനെ ഇതാക്കുന്നതിൽ കാണേണ്ടി വന്ന്, എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു തന്നതാണ്. പക്ഷെ അതെല്ലാം എൻ്റെ ട്രോമയിൽ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ സർവൈവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാടെന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ടെൻഡൻസി ഒരുപാടുണ്ടായിന്. പിന്നെ ഇസ്ലാമായി നമ്മൾ മുസ്ലിംസിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും താങ്ങായിട്ട് നിൽക്കാൻ കുറച്ച് ആൾക്കാരെൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത് കൊണ്ടും സർവൈവ് ചെയ്ത് വന്ന്. പിന്നെ അപ്പം നമ്മളൊരു കല്യാണം കഴിച്ചതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മൾ അവരെ സ്നേഹിച്ചിരുന്നില്ല എന്നുള്ള വാക്കുകൾ പോലും കേട്ടിട്ട് അത് തരണം ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. നമുക്ക് വന്നേ പറ്റുള്ളൂ. പുറത്തിരിക്കുന്നവർക്ക്, നമ്മളെ വീക്ഷിക്കുന്നവർക്ക് പല വിധത്തിൽ നമ്മളെ പിന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റും.
നമ്മൾ കടന്നു പോയത് നമുക്കേ അറിയുള്ളൂ നമുക്കേ എങ്ങനെയാണ്. അതെ, അറിയുള്ളൂ. നമ്മളെ സാഹചര്യം, നമ്മൾ ആ ഒരു ഇതും എല്ലാവരും ഫോൺ വിളിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, അന്വേഷിക്കും, കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. പക്ഷെ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ. ഒരിക്കലും പാർട്ട്ണർ ആവൂലല്ലോ. ഒരിക്കലും പാർട്ട്ണർ ആവില്ല. ഒരിക്കലും ഉമ്മാക്ക് ഉപ്പാക്ക് ഒരു സ്ഥാനം, സഹോദരങ്ങൾക്ക് വേറെ സ്ഥാനം, ഫ്രണ്ട്സിന് വേറെ സ്ഥാനം, പാർട്ട്ണർക്ക് ഒരു പ്രധാന സ്ഥാനം അതുണ്ടല്ലോ. അത് ആർക്കും ഇതാക്കാനൊന്നും പറ്റില്ല. അത് പാർട്ട്ണർക്കേ പറ്റുള്ളൂ. അപ്പം ഇതിന് ശേഷം ഞാൻ ആ ഒരു വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് ഖുറാനായിരുന്നു മെയിനായിട്ട് എൻ്റെ ഒരു ബലം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുനടന്ന ഒരുപാട് ടൈം ഞാൻ ഇരുന്നിട്ട് ഓതുമായിരുന്നു. ഫൽക്കാക്ക് വേണ്ടി പിന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതേനു. അപ്പോൾ ഞാൻ ഒരുപാട് ടൈം ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഖുറാൻ നോക്കിയിട്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു കഴുത്ത് വേദന ഇപ്പോഴും എനിക്കുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഒരുപാട് മണിക്കൂറുകളോളം അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നത് അത്. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പം എനിക്ക് ഉറക്കമില്ലാണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആയപ്പോൾ എനിക്ക് മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിന്. എന്ന് വെച്ചാൽ അത് നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന രണ്ടാൾക്കാർ തമ്മിൽ ഒരുപാട് സംസാരിച്ചിരുന്ന ആൾക്കാർ, 24/7 സംസാരിച്ചിരുന്ന ആൾക്കാർ സംസാരിക്കാണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ടേക്ക് പോവും. അപ്പം അവിടുന്ന് പക്ഷെ നമുക്ക് നമ്മളെ വിശ്വസിച്ചിട്ട് ഒന്നും അറിയാണ്ടുള്ള 2 മക്കളുണ്ടായിരുന്നു. അവരെ നമുക്ക് തിരിച്ച് അവരെ നോക്കണം. അവരെ നോക്കാൻ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്ന പോലെ ഒരിക്കലും മറ്റുള്ളവർ നോക്കി എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ ഫൽക്കാൻ്റെ വീട്ടുകാരോ അവർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തോടെ എത്തൂല. അവർ കൊടുക്കുന്ന സ്നേഹം അവരുടെ സ്നേഹം, ഉപ്പയും ഉമ്മയും കൊടുക്കുന്നത് വേറെ തന്നെയല്ലേ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ സമയത്ത് ഫൽക്കാക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടേനും. ഡയറക്റ്റ് അല്ല, ഞാൻ മനസ്സിലെപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, രാത്രി കിടക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. റിപ്ലൈ മൂപ്പര് തരുന്ന പോലെ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യും. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൽക്ക ടെൻഷൻ ആവണ്ട, അവിടെ കിടക്കുന്നെങ്കിൽ ബേജാറാവണ്ട. അപ്പം എനിക്കൊരു ഇതുണ്ടായിരുന്നു, നമ്മളെ നാട്ടിലെ പള്ളിക്കാട്ടിലാണ് മൂപ്പര് കിടക്കുന്നതെങ്കിൽ ഇപ്പം റമീസ്ക ജസീലാനെ കാണാൻ പോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സൗദിയിലാണ്. അപ്പം ആരും കാണാൻ പോകാനുണ്ടാവില്ല, ആളൊറ്റയ്ക്കായി പോവും, ഒറ്റയ്ക്ക് അവിടെ കിടക്കേണ്ടി വരും. അങ്ങനത്തെ ഇത് ഇതുണ്ടായിരുന്നു. നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ പോയി കാണാൻ നമുക്ക് പറ്റുന്ന ഒരു ദൂരത്തിലല്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരു കാര്യം കൊണ്ട് ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, ഞാൻ മക്കളെയും കൊണ്ട് വരും, ഞാൻ എങ്ങനെയും അവിടെ എത്തും, മക്കളെയും കൊണ്ട് സമാധാനമായിട്ട് കിടക്കണം എന്ന് പറയും. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് സൗദിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഫൽക്ക റിയാദിൽ ആയിരുന്നുകൊണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ, നാട്ടിലുള്ള ആൾക്കാരുണ്ട്, സുഹൃത്തുക്കളായിട്ടും ബന്ധങ്ങളായിട്ടുള്ള ആൾക്കാർ. അവരെല്ലാം ഇപ്പോഴും പെരുന്നാളിനായാലും വെള്ളിയാഴ്ച ദിവസങ്ങളിലായാലും മാക്സിമം ഫൽക്കാലത്ത് പോക്കുണ്ട്, ഫൽക്ക കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒട്ടും എനിക്ക് അന്നേരം നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നും, പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പോകുന്ന പോലെ എനിക്ക് പോയി കാണാൻ പറ്റില്ല. പിന്നെ അവിടെ പോയപ്പോൾ ഞാൻ മക്കളെയും കൊണ്ട് പോയി, മക്കളെ അങ്ങോട്ടേക്ക് ഇതാക്കി, അവിടെ നമുക്കുള്ളിലോട്ടേക്ക് കയറാൻ പറ്റൂല. അപ്പം അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൗദിയിൽ ഒരുപാട് ആൾക്കാർ, അമീർ ഖാൻ്റെ ഫാമിലിയും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തു. അവിടെ പോയി നമ്മൾ ഫൽക്കാനെ കണ്ട്, ഫൽക്കാട് ഒരുപാട്, എന്നാലും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഈ ഫൽക്ക പൊള്ളി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ ICU എന്നുള്ളൊരു വീഡിയോ കോളിൽ ജസ്റ്റ് കണ്ടതല്ലാണ്ട് ഞാൻ ആളെ കണ്ടിട്ടില്ല. പിന്നെ അതിന് ശേഷവും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഉള്ളിൽ മരിച്ചെന്നൊക്കെ എൻ്റെ ബോധ മനസ്സിനറിയാം. പക്ഷെ എന്നാലും നമ്മൾ ആ ഫേസ് ഒന്നും കാണാത്തതുകൊണ്ട് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് കുറേ കാലം ഞാൻ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. കാരണം ഫൽക്കാനെ പാസ്പോർട്ട് തിരിച്ച് കൈ കൊണ്ടു തന്ന സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചത്, ഉമ്മ അഥവാ ഫൽക്കാൻ റൂമിൽ വേറെ ആരെങ്കിലും ആണെങ്കിലും മരിച്ചത്, ഫൽക്ക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഇനി പറ്റൂലല്ലോ, പാസ്പോർട്ട് എന്തിനാ ഇങ്ങ് കൊണ്ടുവന്നത്, അങ്ങനെ അത്രത്തോളം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഫൽക്കാക്ക് പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ള രീതിക്ക്. അങ്ങനെ ഉംറയൊക്കെ ചെയ്തിട്ട് മക്കളെയും കൊണ്ട് തിരിച്ച് വന്ന് എല്ലാ വർഷവും പോകണമെന്നുണ്ടായിരുന്നു ആഗ്രഹം. പക്ഷേ പിന്നെ നമ്മൾ പരിചയപ്പെട്ട് പിന്നെ ഒരേ തൂവൽ പക്ഷികളായതുകൊണ്ട് 2023 സെപ്റ്റംബർ 16-നാണ് ഫൽക്ക, 13-ന് ഫൽക്കാക്ക് പൊള്ളലേക്കുന്ന്, 16-നാണ് ആളും മരിക്കുന്നത്. അതേ വർഷം 2023 മാർച്ച് 11-ആയിരുന്നില്ലേ, 11-നായിരുന്നു ജസീല പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഏകദേശം നമ്മളെ വിഷമങ്ങൾ തമ്മിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രണ്ടാൾക്കാരായതുകൊണ്ട് നമ്മൾ കണ്ടുമുട്ടിയ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് തൊട്ടിട്ട് ഇതുവരെ നമ്മൾ എന്തൊക്കെ ഫേസിലൂടെ കടന്നുപോയി എന്നുള്ള കാര്യങ്ങൾ പറയാം.
ഇപ്പം എൻ്റെ സ്റ്റോറി പറയുന്നതിനകത്ത് എനിക്ക് തന്നെ ഒരു കംപ്ലീറ്റ് ആവാത്തൊരു ഫീലുണ്ട്. ഞാൻ ഒരുപാട് നീട്ടി വലിച്ചിട്ടാണ് പറഞ്ഞത്, എന്നാലും കംപ്ലീറ്റ് ആവാത്തൊരു ഫീലുണ്ട്. കാരണം എവിടെയാ എന്താ പറയണ്ടേന്നുള്ളൊരു സ്റ്റേഷൻ കിട്ടാത്തൊരവസ്ഥയാണ്. പിന്നെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണറുടെ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പോയിട്ട് ഖബർസ്ഥാനം വിസിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അവരെ നമ്മൾ വിട്ട് കളയരുത്. ഒരിക്കലും വിട്ട് കളയരുത്. ഞാനൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ അവിടെ പോകും പ്രാർത്ഥിക്കും. ഞാൻ അന്ന് ആ സമയത്ത് ഖബറടക്കി കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഖബറിൻ്റെ തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഒരു ഊതിൻ്റെയും ഒരു മുല്ലയുടെ മരം. അതിപ്പം ഞാനില്ലാത്തപ്പം എൻ്റെ ഉപ്പയോ എൻ്റെ അനിയനോ പോയിട്ട് അതിന് വെള്ളമൊഴിക്കും. ഞാൻ പോകുമ്പോഴും വെള്ളമൊഴിക്കും. എപ്പോഴും ആ ഖബറിൻ്റെ ആ ഒരു സ്ഥാനമില്ലേ, അതെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഞാനവിടെ കണ്ടിട്ടുണ്ട് ഉപ്പയായാലും പെരുന്നാളിനായാലും ഉപ്പയമ്മയും പോകുന്നാലും. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്, നമുക്കതിന് പറ്റാത്തതുകൊണ്ട്. പക്ഷേ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ നമ്മൾ ഒന്നിച്ചിട്ട് പോകും, പോവും. മക്കളെയും കൊണ്ട് പോകും. പിന്നെ ഫൽക്ക് ഇപ്പം എന്തായാലും ഹാപ്പി ആയിരിക്കും. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ പോയിട്ട് നിൽക്കുന്നവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ ഫൽക്ക് ഹാപ്പി ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പറയണ്ടേ, പിന്നെ അവൻ്റെ ഭാര്യ കല്യാണം കഴിക്കുമ്പോൾ അവൻ ഹാപ്പി ആവുകയാണോ ചെയ്യാന്ന്. പക്ഷെ ഉറപ്പാണ് ഫൽക്ക എന്നുള്ളൊരു വ്യക്തിനെ എനിക്ക് അറിയുന്നിടത്തോളം പിന്നെ ഒരിക്കലും ഞാൻ വിഷമിച്ചിരിക്കാനോ ഞാൻ സങ്കടപ്പെട്ടിരിക്കാനോ മൂപ്പര് ആഗ്രഹിക്കൂല. അന്ന് ഞാൻ കരയുമ്പോൾ എന്നെ സമാധാനിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആ ആൾക്കാർ പോലും ഇന്ന് എന്നെ വിഷമിപ്പിക്കാനും ഞാൻ കരയാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലൈഫിൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു വേദന ഉള്ളത് അതവിടെ തന്നെ അവശേഷിക്കും. എപ്പോഴും ഉണ്ടാവും അവിടെ തന്നെ. നമ്മൾ മറക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ആളെ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, നമുക്ക് ആ മുമ്പേ ഉണ്ടായിരുന്ന സന്തോഷങ്ങൾ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളതുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഉണ്ടായിരുന്ന ട്രോമ, നമ്മൾ ആ ഒരു സ്റ്റേജ്, നമ്മൾ കടന്നു വന്ന ആ ഒറ്റപ്പെടൽ, വേദന, കണ്ണീര്, അതൊക്കെ മറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സത്യമായിട്ട് ഇപ്പോഴും ഞാൻ ഒരുപാട് അതിനകത്ത് നിന്ന് റിക്കവറായി വരണം. ചില ദിവസങ്ങളിൽ നമ്മൾ രണ്ടുപേരും ഇപ്പോഴും കഥ പറഞ്ഞിരുന്നിട്ട് കരയും. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ സ്റ്റോറിനകത്ത് നമുക്ക് പറയാനുള്ളത്. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. നമ്മൾ പരിചയപ്പെട്ടൊരു ഭാഗ്യം ബാക്കി കിടപ്പുണ്ട്. നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യം നമ്മളത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മളെ ഈ ഒരു ഫാമിലിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലടിച്ച് പൊട്ടിക്കുക. പൊട്ടിച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ.